വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. അഷ്ടാദശ പുരാണങ്ങളിൽ അഷ്ടാദശം എന്ന് പറഞ്ഞാൽ എത്രയാ? 18 മഹാപുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മഹാപുരാണമാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണം. ശ്രീമദ് ഇപ്പൊ വരാഹപുരാണം പറയാണ്, ശ്രീമദ് വരാഹപുരാണം എന്ന് പറയുന്നില്ല. മത്സ്യപുരാണം പറയാണ്, ശ്രീമദ് മത്സ്യപുരാണം എന്ന് പറയുന്നില്ല. ഇതൊഴികെ മറ്റൊന്നിനും ശ്രീമദ് എന്ന് ചേർത്തിട്ടില്ല വ്യാസൻ. അതിന്റെ കാരണം നാളെ അറിയാം, ഇന്നറിയില്ല. പക്ഷെ ചെറുതായിട്ടൊന്നും അറിയണം. എന്തിനാണ് ശ്രീമദ് ചേർത്തത്? ശ്രീയെ തരുന്നത് അല്ലേ? എന്താ ശ്രീ? ഒരു 4-5 കാർഡ് പോക്കറ്റില്, കാർഡ് എന്താ മനസ്സിലായിട്ടുണ്ടാവും. ഒരു 4-5 ബാങ്കിലെ അക്കൗണ്ട്, അതിലിഷ്ടം പോലെ. പിന്നെ ഒരു 2-3 കാറ്, ഒരു 4 സ്കൂട്ടി, 2 ബുള്ളറ്റ്. പിന്നെ വസിക്കാൻ നല്ല കുടിപ്പട, പാർപ്പിടം, മക്കൾക്കൊക്കെ നല്ല ജോലി. ഇതല്ലേ ശ്രീ? ഇതല്ലേ ഐശ്വര്യം അല്ലേ? ഞാനൊക്കെ അങ്ങനെയാണ് കരുതിയത്. നിങ്ങളെങ്ങനെയാ കരുതിയിരിക്കുന്നത്? എൻ്റെ പ്രഭാഷണം എങ്ങനെയൊക്കെയാണ് കേട്ടോ. ചോദ്യം ചോദിക്കുക, ഉത്തരം പറയിപ്പിക്കുക. DPP SSA പാഠ്യപദ്ധതിയാണ് നമ്മളോട് ശീലം. എന്താണ് ഐശ്വര്യം? എന്താ ഐശ്വര്യം? വീര്യം, യശസ്, ജ്ഞാനം, ധൈര്യം, മേധ, ക്ഷമ. ഇത് ആരിലാണോ ഒരു ലക്ഷണങ്ങൾ, 6 ഗുണങ്ങൾ ആരിൽ തെളിഞ്ഞു നിൽക്കുന്നുവോ അയാൾ പൂർണ്ണ ഐശ്വര്യവാൻ. അങ്ങനെ ഒരേ ഒരാളെ ഉള്ളൂ. പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള, സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള, വിശ്വത്തിന്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം എന്നിവയ്ക്ക് കാരണഭൂതനായിട്ടുള്ള, 3 ദുഃഖങ്ങളെയും തീർത്തു തരാൻ ശക്തി ആയിട്ടുള്ള, പരമാത്മസ്വരൂപനായിട്ടുള്ള ജഗന്നിവാസൻ, അതാ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ. ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ വന്ദിച്ചുകൊണ്ടാണ് ഭാഗവത മഹാത്മ്യം ആരംഭിച്ചത്. സച്ചിദാനന്ദ രൂപായ. അങ്ങനെയൊന്നും പറയാ, നിങ്ങൾ പറഞ്ഞ സമയത്ത് നേരല്ല, എന്നാലും നോക്ക. സച്ചിദാനന്ദ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സച്ചിദാനന്ദം. എനിക്ക് സച്ചിദാനന്ദം വേണം അല്ലേ? ആരെങ്കിലും ആഗ്രഹിക്കാത്തവരുണ്ടോ? ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ആരെങ്കിലും എനിക്ക് സച്ചിദാനന്ദം ലഭിക്കണ്ട എന്ന് ഉറപ്പിച്ചവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? സച്ചിദാനന്ദം ലഭിക്കാനാണ് നമ്മൾ എന്തെങ്കിലും കിട്ടുന്നത്. സച്ചിദാനന്ദത്തിൽ ആറാടാനാണ് നമ്മൾ സത്സംഗത്തിൽ ഇരിക്കുന്നത് തന്നെ, സത്സംഗത്തിൽ പങ്കാളിത്തം വഹിക്കുന്നത് തന്നെ. എന്തിനു വേണ്ടിയിട്ടാണ്? സച്ചിദാനന്ദ സുഖം അനുഭവിക്കാൻ. അപ്പൊ എന്താ സച്ചിദാനന്ദ സുഖം? മറ്റൊന്നും അനുഭവിക്കാതെ ഏതോ ഒരു പരമാനന്ദത്തിൽ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഒക്കെ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുക സച്ചിദാനന്ദ ഭാവം എന്ന് പറയുക. ഈ സച്ചിദാനന്ദ ഭാവത്തെയാണ്, ഈ സച്ചിദാനന്ദ സ്വരൂപത്തെയാണ് ലോകര് സ്വീകരിക്കേണ്ടത്, ലോകര് നേടിയെടുക്കേണ്ടത്. ആ സച്ചിദാനന്ദ സ്വരൂപം. അപ്പൊ സത്ത് എന്താ? സത്ത് എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ളത്, നിത്യമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഉണ്ടാവാത്തത്. ഉണ്ടാവാത്തതിന് എന്തില്ല? ഇല്ലായ്മയില്ല അല്ലേ? എന്ന് വെച്ചാൽ നാശം ഇല്ല. ഉണ്ടായതിനൊക്കെ എന്തുണ്ട്? നാശമുണ്ട്. നമുക്കൊക്കെ നാശമുണ്ട്. എപ്പോ വേണമെങ്കിലും അത് സംഭവിക്കാം. പക്ഷെ ഇല്ലാത്തതിനോ, ഉണ്ടാവാത്തതിനോ, ഇല്ലാത്തതിനല്ല ഉണ്ടാവാത്തതിനോ നാശം ഇല്ല. അതിനെയാണ് സത്ത് എന്ന് പറയുന്നത്. അത് മാധുര്യമേറിയതാണ്. സത്ത് മധുരാണ് അല്ലേ? ഇപ്പൊ മുന്തിരിങ്ങയും ബാക്കിയുള്ളതൊക്കെ ജ്യൂസ് അടിച്ചാൽ അതിന്റെ സത്ത് മാധുര്യമുണ്ട്. മറ്റുള്ളതിനൊക്കെ എന്തുണ്ടാവും? ചവർപ്പുണ്ടാവും, പുളിയുണ്ടാവും, പല രസങ്ങളും ഉണ്ടാവും. എന്നാൽ അതിന്റെ സത്ത് മാധുര്യമേറിയതാണ്.
ആ മാധുര്യമേറിയതിനെ നമുക്ക് രസകരമായിട്ട് അകത്തേക്ക് പാനം ചെയ്തെടുക്കുവാനും കഴിയും. അപ്പൊ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ശ്രീകൃഷ്ണനെ നോക്കിക്കാണാനുള്ളതല്ല, പിന്നെ എന്താ വേണ്ടത്? അകത്തേക്ക് എടുക്കാനുള്ളതാണ്. കാരണം എന്താ? അന്തർബഹിരവസ്ഥിത എന്ന് ഭഗവാനെ പറ്റി പറയും. നമ്മളുടെ ഉള്ളിൽ വിളങ്ങി നിൽക്കുന്ന ശക്തി ചൈതന്യ സ്വരൂപമാണ് ആ ശ്രീകൃഷ്ണ പരമാത്മാവ്. അപ്പൊ സത്തായിട്ടുള്ള നിത്യമായിട്ടുള്ള ആ സച്ചിദാനന്ദ സത്തിനെ വണങ്ങി. ഇനിയോ സത്ത് ചിത്ത്. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം, മനസ്സ്. അപ്പൊ മനസ്സിൽ എപ്പോഴും ബോധസ്വരൂപമായിട്ട് വിളങ്ങി നിൽക്കുന്ന ശക്തി ഏതാണോ ആ ശക്തിയെ വണങ്ങി. അപ്പൊ നിത്യമായിട്ടുള്ളതിനെ, സത്യമായിട്ടുള്ളതിനെ, ശാശ്വതമായിട്ടുള്ളതായിട്ടുള്ള ആ ബോധസ്വരൂപമായി ഏതൊരാളിലും പരിലസിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യ സ്വരൂപമായി വിളങ്ങുന്ന ആനന്ദസ്വരൂപനായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാ ആ പൊന്നുഗുരുവായൂരപ്പനെ വണങ്ങി ഒരു പദം കൊണ്ട്. വിശ്വോൽപത്തിയാദി ഹേതവേ. വിശ്വ ഉൽപ്പത്തി ഹേതവേ. ഹേതുഹു ആരാണ്? ഹേതുഹു അത് ഭഗവാനാണ്. എന്തിന്റെ ഉൽപ്പത്തി? ഇത് സ്ഥിതിഹ വിശ്വം. വിശ്വത്തിന്റെ സ്ഥിതിക്കും ലയത്തിനും അതിന്റെ ഉൽപ്പത്തിക്കും കാരണഭൂതമായിട്ടുള്ള ശക്തി. ഈ പ്രപഞ്ചം ഉണ്ടായത് ഭഗവാനിൽ നിന്ന്, ഇത് നിലനിൽക്കുന്നത് ഭഗവാനില്, അത് ലയിക്കുന്നതും എവിടെ? ഭഗവാനിൽ. അങ്ങനെ ഇതിനൊക്കെ കാരണഭൂതമായിട്ടുള്ള ശക്തിയായതുകൊണ്ട് വിശ്വോത്പത്തിയാദി ഹേതവേ, അതിന് കാരണഭൂതനായിട്ടുള്ളവൻ എന്ന് വിശേഷിപ്പിച്ചു. ഇനിയോ താപത്രയ വിനാശായ. 3 ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ടത്രേ. എന്തുണ്ടെങ്കിലും ആ 3 ദുഃഖമുണ്ട്. ഏതൊക്കെയാ ദുഃഖം? ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം. ഇത് നമ്മൾ വരുമ്പോഴേ കൊണ്ടുവന്നതുണ്ട്, ഇവിടുന്ന് ഉള്ളതുണ്ട്. സഞ്ചിതമായിട്ടുള്ളത് വരുമ്പോഴേ കൊണ്ടുവന്നതാണ്. ആഗമികവും സഞ്ചിതമായിട്ടുള്ളതും പ്രാരബ്ധമായിട്ടുള്ളതും നമ്മൾ വരുമ്പോ കൊണ്ടുവന്നതിൽ പ്രാരബ്ധം കുറച്ച് വിടും, ബാക്കി ഇവിടുന്ന് ഉണ്ടാവും, ഇവിടുന്നും ഉണ്ടാവും. സഞ്ചിത കർമ്മങ്ങൾ, പ്രാരബ്ധ കർമ്മങ്ങൾ, ആഗമിക കർമ്മങ്ങൾ, ഇതാണ് 3 കർമ്മങ്ങൾ. ഇതിൽ സഞ്ചിത കർമ്മങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത് ചെയ്തതായിട്ടുള്ള ആ പ്രവൃത്തി നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയിട്ടാണ് ഫലം ഈ ജന്മത്തിൽ കിട്ടുക. ദുർലഭമോ മാനുഷോ ജന്മ. ദുർലഭമായിട്ട് കിട്ടിയ മനുഷ്യജന്മം എന്നാണ്. ഇതിപ്പോ ആദ്യമായിട്ട് കിട്ടിയതെന്നർത്ഥം. എന്തിനു വേണ്ടി? അവിടെ ഭഗവാനിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഈ ജന്മം ഭഗവാനായിട്ട് തന്നെ തന്നു. കോടാനുകോടി ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് ഒരു ജീവി എന്തായിത്തീരുന്നത്? മനുഷ്യനായിട്ട് പിറവിയെടുക്കുന്നത്. വിശ്വസ്തവും തൈത്തിരീയോപനിഷത്തും ചാന്തോക്യോപനിഷത്തും ഒക്കെ അസലായിട്ട് വർണ്ണിക്കുന്നു. ആ മനുഷ്യജന്മം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഭഗവാനെ വാഴ്ത്തി പ്രീതിപ്പെടുത്താനുള്ളതാണ്, ഭഗവാനെ ഭജിക്കുവാനുള്ളതാണ്. ആ പൊന്നുഗുരുവായൂരപ്പന്റെ തിരുനാമങ്ങൾ അങ്ങനെ ഉച്ചത്തിൽ ഉച്ചരിച്ച് മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും, ചുരുക്കി പറഞ്ഞാൽ മനോവാക്ക് കർമ്മ കാര്യങ്ങളെ ആ ഭഗവാനിൽ ലയിപ്പിച്ച് ആനന്ദ നിർവൃത്തിയിൽ ആറാടാൻ ആർക്ക് കഴിയുമോ അവർക്ക് പിന്നെ എന്തില്ല? ആദ്യ ഭൗതിക ദുഃഖം ഇല്ല, ആധ്യാത്മിക ദുഃഖം ഇല്ല, ആദി ദൈവിക ദുഃഖം ഇല്ല. ഈ ദുഃഖത്തിനൊക്കെ കാരണം ആരാ? നമ്മൾ തന്നെയാണ്. നമ്മളുടെ ദുഃഖത്തിനൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മളുടെ ഈ 10 ഇന്ദ്രിയങ്ങളാണ് ഇതിനൊക്കെ കാരണം. ആ ഇന്ദ്രിയങ്ങളെ എവിടെ കൊണ്ടുപോയി വയ്ക്കുക? കണ്ണിനെയും മൂക്കിനെയും തൊക്കിനെയും നാക്കിനെയും ചെവിയെയും കയ്യിനെയും കാലിനെയും വായുവിനെയും ഉപസ്ഥത്തിനെയും വാക്കിനെയും. ഇതാണ് 10 ഇന്ദ്രിയങ്ങൾ. ഈ 10 ഇന്ദ്രിയങ്ങളെയും സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ അങ്ങനെ നിർത്തുക. വേറെ ബാഹ്യമായിട്ടുള്ള യാതൊന്നിലേക്കും ആ വസ്തുക്കളെ വ്യാപരിപ്പിക്കാതിരിക്കുക, അവയെ ബഹിർഗമിപ്പിക്കാതിരിക്കുക. അവയൊക്കെ ഇങ്ങോട്ട് അന്തർമുഖമാക്കുക. എവിടേക്ക്? അവനവന്റെ ഉള്ളിലേക്ക് അന്തർമുഖമാക്കുക, പുറമേക്ക് ബഹിർമുഖമാക്കി തീർക്കാതിരിക്കുക. അങ്ങനെ വന്നാൽ ഈ ദുഃഖങ്ങൾ നമുക്ക് തീരും. അതുകൊണ്ട് ഭഗവാനെ, ആ ദുഃഖങ്ങൾ തീർക്കുന്നവനായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വൈകുന്നു. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ സത്തായിട്ട് നിൽക്കുന്ന ശക്തി സ്രോതസ് എന്താണോ അതിനെ വണങ്ങിക്കൊണ്ട്
ആ ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണത്തിലേക്കും അതിന്റെ പ്രഭാഷണം അത് വിശദീകരണം മാത്രമാണ് കടക്കുകയാണ്. അപ്പൊ ഭാഗവതത്തിന് എന്തോ ഒരു മഹാത്മ്യമുണ്ട് അല്ലേ? ഭാഗവതത്തിന്റെ മഹാത്മ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണത്? ഭാഗവതം ഭക്തി ജ്ഞാന വൈരാഗ്യ ശാസ്ത്രമാണ്. വെറും ഭക്തി ശാസ്ത്രം മാത്രമല്ല. ഭക്തി വളരുമ്പോൾ എന്ത് വളരുന്നു? ജ്ഞാനം വളരുന്നു. ജ്ഞാനം വളർന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലുള്ള ജ്ഞാനമല്ല പറഞ്ഞത്. അത് മാത്രം വളർന്നത് കൊണ്ട് കാര്യവും ഇല്ല. ഈ ഭൗതികപരമായിട്ടുള്ള ജ്ഞാനത്തോടൊപ്പം ആത്മീയപരമായിട്ടുള്ള ജ്ഞാനവും കൂടി വളരണം. അങ്ങനെ ആത്മീയപരമായിട്ടുള്ള ആ അറിവ്, ആ ബോധം ഉള്ളിൽ ആർക്ക് എപ്പോഴും നിലനിർത്താൻ കഴിയുമോ അവർക്ക് ആരാവാം? എംപ്രവ്രജന്തമനുവേദമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഭാവ പുത്രേതി തന്മയതയാതരവോ വിനേദുഃ തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. നമുക്കും ആ ശ്രീശുക ബ്രഹ്മർഷിയെ പോലെ ആവാം. എന്താ കാരണം? ഈ ഇന്ദ്രിയങ്ങളെ ഒന്നും അങ്ങോട്ട് നിന്നും പഠിപ്പിക്കാതെ ഉണ്ടാകും. നമ്മൾ ആരാവും? പ്രവ്രാജകന്മാരാവും. ആരുടെ വിളിക്കും കൂട്ടാക്കാതെ അവനവൻ എവിടേക്കാ എവിടുന്ന് വന്നു അവിടേക്ക് തന്നെ അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കും. ഉപനയനാദി സംസ്കാരങ്ങൾക്ക് ഒന്നും തന്നെ യാതൊരുവിധ ബോധവും കൊടുക്കാതെ വളർന്നപ്പോൾ തന്നെ എന്തായി? ആ പ്രായത്തെ ബാധിച്ചു, ആ പ്രായത്തെ സ്വീകരിച്ചു എന്നാണ്. അങ്ങനെയുള്ള ആ ശ്രീശുക്കൻ അവിടുന്ന് അച്ഛനെ വിട്ടു പോവാണ്. ആ അച്ഛനെ വിട്ടു പോകുന്ന ശ്രീശുക ബ്രഹ്മർഷിയെ നമിച്ചുകൊണ്ടാണ് ബ്രഹ്മർഷിയെ വിളിക്കുമ്പോൾ ഉത്തരമായി പറയുന്നു തരവോ വിനേതു. സകല വൃക്ഷലതാദികളും അതിനുത്തരം പറയുന്നു. കാരണം എന്താ? ശ്രീശുക ബ്രഹ്മർഷിയായി, ശ്രീശുകൻ ബ്രഹ്മർഷിയായി, ആത്മാരാമനായി, സർവഭൂത ഹൃദിസ്ഥനായിട്ടുള്ള ഭഗവാനെ സർവഭൂതങ്ങളിലും കാണാൻ തുടങ്ങി. നമുക്കുള്ള പ്രശ്നമാണ് തൈത്രിയോപനിഷത്തിന് പറഞ്ഞതുപോലെ അണോരണാൻ മഹതാൻ മഹീയാൻ ഗുണപ്രവാഹോ വിവസംപ്രബദ്ധോ അന്യവാചാതതങ്കതേഷു ഭഗവത്സ്വരൂപാസദർശനേതു. അണോരണാൻ മഹതാൻ മഹീയാൻ, അണുക്കളിൽ വെച്ച് അണുവായിട്ടുള്ളത് അല്ലേ? അതെന്താന്ന് പോലും നമുക്കറിയാം, കാണാൻ പോലും പറ്റും. അതാരാണ്? ബ്രഹ്മമാണ്. മഹതാൻ മഹീയാൻ നമ്മൾ പഠിച്ചത് ഇപ്പോ കരയിലെ ഏറ്റവും വലിയ സാധനം എന്തൊരു പേരുണ്ട്, എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഇപ്പൊ ഇവിടെ BSc ചോദ്യം ചോദിക്കാൻ വന്നതല്ല. കരയിലെ ഏറ്റവും വലിയ ജീവി ഏത്? ഉത്തരം എഴുതിയിട്ടുണ്ട് നമ്മൾ. ജലത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ഉത്തരം എഴുതിയിട്ടുണ്ട് നമ്മൾ. ഇല്ലേ? ഉത്തരം എഴുതിയിട്ടില്ലേ? എന്നാ അതിനേക്കാളൊക്കെ വലിയൊരു സാധനമുണ്ട്. അതിന്റെ വലിപ്പം എത്രയാന്ന് പറയാൻ പറ്റില്ല. ഈ ബ്രഹ്മാണ്ടത്തിന് കോടാനുകോടി ബ്രഹ്മാണ്ടത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അതാണ്. നമസ്ത്വനന്തായ സഹസ്രമൂർത്തേ സഹസ്രപാദാശിശിരോരുഭാഗവേ സഹസ്രനാമേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗധാരിണേ നമഃ. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന ഒരു താനെന്നുറയ്ക്കുമുളവാനെന്നുമെന്തു ഹരി നാരായണായ നമഃ. എവിടെയാ കാണാത്തത്? എവിടെ ഇല്ലാത്തത്? സകലത്തിലും ഉള്ളതായിട്ട് നിറഞ്ഞു നിൽക്കുന്ന, സകലത്തിന്റെയും ചൈതന്യ സ്വരൂപമായിട്ട് നിൽക്കുന്ന, ഈ പ്രപഞ്ചാകാരമായിട്ട് നിൽക്കുന്ന കൃമി കീടം മുതൽക്ക് ഉള്ളൂര് തന്നെ കാവ്യകൈരളി മധ്യത്തിൽ പറഞ്ഞു തന്നു നമുക്ക്. എന്ത്? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ടയ്യൻ പുലയനിലുണ്ട് ആദിത്യനിലുണ്ട് അണുകൃമിയിലുണ്ടതിൻ പരിസ്ഫുരണം. എന്താ പഠിപ്പിച്ചത്? അന്ന് നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചത് സ്കൂളിൽ അല്ലേ? ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുള്ള ജീവൻ കൃഷ്ണന്റെയാണ്, അയ്യനിലുള്ളതും കൃഷ്ണന്റെയാണ്, പുലയനിലുള്ളതും കൃഷ്ണന്റെയാണ്, സകല ജീവജാലങ്ങളിലുള്ളതും അതിൻ പരിസ്ഫുരണം. ഇതിന്റെ ആ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ചൈതന്യത്തിന്റെ പരിസ്ഫുരണം അങ്ങനെ
തെളിഞ്ഞു നിൽക്കുന്നു. അതിനെ വിട്ടിട്ട് വേറൊന്നില്ല. നമ്മളെന്താ പറയാ അറിയോ? നമ്മളല്ല, ഇതറിയാത്തവരെന്ത് പറയും? അവൻ അതാണ്, അവൾ ഇതാണ്, അതങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇത് വിടാനാ പറയണം. ഞാൻ നിങ്ങൾ കേട്ട ഭാരത ഭക്തി സംവാദം ഇപ്പൊ മഹാത്മജി പറയുന്നില്ല. നിങ്ങൾ അത് കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇത് ഭക്തി മാതാവ് വന്നു, ജ്ഞാനം വൈരാഗ്യം കുട്ടികളെ കിട്ടി, ഇയാളിപ്പോ എന്താ ഇതൊന്നും പറയാത്തത്? ഞാനത് പൊട്ടുപോണില്ല. ഇനി വേറൊന്നും കൂടി കേൾക്കാനാ നിങ്ങൾ ഇരിക്കുന്നത്. ആത്മദേവന്റെയും തുന്തുകാരിയുടെയും തുന്തുലിയുടെയും ഇതൊക്കെ കേട്ടതല്ലേ? അല്ലേ? കേൾക്കാത്തത് വല്ലതും ഉണ്ടോ നോക്കുക. അതല്ലേ വേണ്ടത്? 19ാമത്തെ സപ്താഹമായി. അപ്പൊ കേൾക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കുക. കേട്ടതിനെ അവിടെ വിടുക. അത് ഒരുവിധമുള്ളവർക്കൊക്കെ അറിയാം. എന്താ പറഞ്ഞത്? ഈ ആത്മാരാമ സ്വരൂപമാണ് നമുക്ക് വേണ്ടത്. ആത്മാവിൽ ലയിക്കാൻ പറ്റുമോ? അപ്പൊ ആത്മാവ് എവിടെയാ? ഞാൻ തന്നെയാണെന്ന് ആത്മാവ്, വേറൊന്നുമല്ല. ആനന്ദജിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക, തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി, തോന്നേണമേ വരദ നാരായണായ നമ. ഇതൊന്നും നമുക്ക് പോകണ്ട. നമുക്ക് കഴിച്ചാൽ പൊട്ടാത്ത സംസ്കൃതം പുസ്തകങ്ങളെ ഉണ്ട്. എന്നിട്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട് അത് വായിക്കാൻ അങ്ങനെ നടക്കും നാളൊക്കെ. പക്ഷെ പച്ച മലയാളത്തിലുള്ള വേദാന്തമായിട്ടുള്ള ജ്ഞാനപാലം വേണ്ട, ഹരിനാമ കീർത്തനം വേണ്ട. നിങ്ങളെ കാര്യം ഇവിടെ ഉള്ളവരുടെ കാര്യം ഇതൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് കുറച്ച് സമിതി, അതിന്റെ കാര്യം പറയുന്നു. പിന്നെന്താ വേണ്ട? മണിപ്രവാളം വേണ്ട. പണ്ട് 12 സർക്ക മണിപ്രവാളം എവിടെ പഠിച്ചിരുന്നു? ഇല്ലേ മുത്തശ്ശിയെ? സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അതിന്റെ ശ്ലോകം ഞാൻ ആദ്യം ചൊല്ലിയത് മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ഞി പൂഞ്ചേലമാല. 2ാം ക്ലാസ് മുതൽക്ക് മണിപ്രവാളം പഠിപ്പിക്കുന്നതോട് നോക്കൂ. ഒരു കുട്ടി പഠിക്കുന്നത് ആദ്യം ഭഗവാന്റെ സ്വരൂപ. ഇന്ന് മുരളി കാട്ടാക്കടയെ ആദ്യം പഠിക്കുക. ടകാരത്തോട് പൊട്ടിച്ചേർന്ന ടകാരം വട്ടട്ട് വെച്ച് വീണപ്പോൾ ഞെട്ടക്കരോ പൊട്ടിക്കിണറ്റിലെത്തി. ആ പൊട്ടക്കിണറ്റിൽ ചുറ്റും വട്ടത്തിൽ എന്താണ് എന്തോ ദുർധര കേണൂരങ്ങൾ കരയുന്നു. എനിക്കെന്നെ മനസ്സിലായില്ല. ഞാൻ 10-15 പ്രാവശ്യം ഈ കണ്ട് വായിച്ചു നോക്കി. എനിക്കിത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ. പക്ഷെ നമ്മൾ പണ്ട് നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ കേട്ടതും ഒന്നിനെ പറ്റി. ഏതിനെ പറ്റി? ആ ശക്തി സ്രോതസ്സിനെ പറ്റി. ആ ശക്തി സ്രോതസ്സിനെ അറിയാൻ കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി? നൈമിഷേ സൂതമാസീന അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദു കുശല ശൗനകോ ബ്രവീത്. നമ്മൾ ഇന്ന് ഈ ചോദ്യം വരും. എന്താ? ഏറ്റവും രസകരമായിട്ട് കലികാലത്തിന്റെ ദോഷങ്ങളെ തീർക്കാൻ കഴിയാവുന്നതായിട്ടുള്ള പരമാനന്ദ രസസമ്പൂർണമായിട്ടുള്ള ആ പരമ അറിവ് എന്താണോ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതമഹാശയനോട് ശൗനകാദി ഋഷീശ്വരന്മാർ ചോദിച്ചതുപോലെ കാണുന്നവരോട് മുഴുവൻ നമ്മൾ എന്തേ ചോദിക്കുള്ളൂ? ഭഗവാനെ പറ്റിയിട്ട് പറഞ്ഞു തരും. ഭഗവാനെ പറ്റി പറഞ്ഞു തരും. ഉത്തരത്തിന് ഒരു നഷ്ടബോധവും ഉണ്ടായില്ല. ഉത്തരം പറയാൻ അദ്ദേഹത്തിന് സൂതന് യാതൊരു വിധത്തിലുള്ള പ്രയാസം ഉണ്ടായില്ല. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഈ കലികാലത്തിൽ എന്താ പറഞ്ഞതോ? ഇഹ ഘോരേ കലോ പ്രായോ. അത്ര കഠിനാത്രേ കലികാലം. എത്രയാണ് ഇതിന്റെ ഘോരത എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു, അല്ലേ? എന്തെല്ലാം ഈ ലോകത്തിൽ നടക്കുന്നു. ചിന്തിക്കാൻ പോലും കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഘോരമായ പ്രവർത്തികള്, ക്രൂരമായ പ്രവർത്തികള് നടന്നുകൊണ്ടിരിക്കുന്നു. ഭാഗവതം എന്നോ കണക്കൂട്ടി ആ വ്യാസര് ഭാഗവതം എഴുതുന്നതിന് മുൻപേ രചിച്ച പത്മപുരാണത്തിൽ എഴുതി വെച്ചു. ഇഹ ഘോരേ കലോ പ്രാപ്തോ പ്രായോ ജീവശ്ചാസുരതാം ഗത ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. കലിയുടെ പിടിയിൽ നിന്ന് മോചനം കിട്ടുവാൻ എന്തൊന്നിനെ പ്രാപിക്കണം? കൃഷ്ണപ്രാപ്തികരം യച്ചൽ. അതിനെന്തേ വേണ്ടു? കൃഷ്ണനെ പ്രാപിക്കണം. ആ കൃഷ്ണനെ പ്രാപിക്കണമെങ്കിൽ കൃഷ്ണന്റെ മണിമ അറിയണം. ചിന്താമണി എന്ന് പറയുന്ന രത്നം അതിനോട് കൂടിച്ചേർന്ന് നിൽക്കുന്ന വസ്തുവിനെ എന്താക്കി മാറ്റും? ചിന്താമണിയാക്കി മാറ്റും. ഇപ്പൊ ഇരുമ്പ് ചിന്താമണിയോട് കൊണ്ട് ചെന്ന് വെച്ചാൽ ആ ഇരുമ്പെന്താവും? ചിന്താമണി രത്നമായി മാറും. പക്ഷേ ആ ചിന്താമണി രത്നത്തിന് വൈകുണ്ഠം കാണിച്ചു തരാനോ വൈകുണ്ഠത്തിലേക്ക് എത്തിക്കാനോ കഴിയില്ല. അഹങ്കാരം കൂട്ടുകയുള്ളൂ. എന്ന് വെച്ചാൽ ധനധാന്യ സമ്പൽ സമൃദ്ധികള്
ഒരാളെ അഹങ്കാരിയാക്കി മാറ്റും. എങ്ങനെ? അല്ലെങ്കിൽ പരമമായ ജ്ഞാനം, പരമാത്മജ്ഞാനം ഇല്ലാത്ത ഒരാളാണെങ്കിൽ. എന്നാൽ പരമാത്മജ്ഞാനം അറിഞ്ഞ ഒരാളാണെങ്കിലോ നമ്മൾ സുധാമ ചൊല്ലിയതുപോലെ ചൊല്ലും, തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യപുല ജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലേന വിഷജ്ഞതസ്ഥൽ പുരുഷപ്രസംഗഃ. അല്ലയോ കൃഷ്ണ, അയ്യപ്പ, എനിക്ക് അങ്ങയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ധനധാന്യ സമ്പൽ സമൃദ്ധികളും വേണ്ട. യാതൊരു സുഖസൗകര്യങ്ങളിലും എനിക്ക് യാതൊരുവിധ ബോധവും തരരുതേ. എനിക്ക് അങ്ങയോടുള്ള സൗഹൃദം മാത്രം മതി. അങ്ങയുടെ ഭക്തന്മാരോടുള്ള ആ അനുകമ്പിതമായിട്ടുള്ള ഭക്താനുഭക്ത വാത്സല്യം മാത്രം മതി അടിയന്. അല്ലാതെ അടിയന് മറ്റൊന്നും തരരുതേ എന്നുള്ള പ്രാർത്ഥന കിട്ടണമെങ്കിൽ എന്ത് വേണം? യോഗിയായിട്ടുള്ള ഒരു ഗുരുവിന്റെ സാമീപ്യം അത്യാവശ്യം. ആ ഗുരു എന്തിനെ തരുന്നു? വൈകുണ്ഠം യോഗി ദുർലഭം. യോഗികൾക്ക് പോലും ദുർലഭമായിട്ടുള്ള വൈകുണ്ഠ ദർശനം തരും. അതുകൊണ്ട് വൈകുണ്ഠ ദർശനത്തിന് പ്രാപ്തിയാക്കുന്നതാണ് ഇത് ഈ ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതം കേട്ടു. ഭാഗവതത്തിന് മഹാത്മ്യമുണ്ട് അല്ലേ? അപ്പോൾ വീണ്ടും സൂതനോട് പറഞ്ഞു, ഭക്തി വർദ്ധിച്ചു കഴിയുമ്പോൾ ഭക്തിയോഗവർദ്ധനം. ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് പോവും? പാപം പോവും. പാപം പോവാൻ, പാപവാസന നമ്മളിൽ നിന്ന് പോകണമെങ്കിൽ നമ്മളിൽ ഭക്തി വളരണം. എന്താ ഭക്തി? ദിവസേന അമ്പലത്തിൽ പോവുക അല്ലെ? നെറ്റി മുഴുവൻ വലിയ ഭസ്മൊക്കെ ധരിക്കുക, എന്നിട്ട് അതിൻ്റെ മീത് ഒരു മഞ്ഞപ്പൊട്ടും പിന്നെ ഒരു സിന്ദൂരമൊക്കെ ധരിക്കുക, പിന്നെ കുറെ മാലയൊക്കെ ഇടുക, എന്നിട്ട് അവിടെ പോയി തൊഴുക, കുറെ നാമൊക്കെ ജപിക്കുക, അതിൻ്റെ ഇടയിൽ തമ്മത്തിലൂടുക, തിക്കി തിരക്കുക. ഇങ്ങനെ ദിവസേന വന്നാൽ അതെന്തായി? നല്ല ഭക്തിയായി. അതിലെ ഭക്തി. ദിവസേന അമ്പലത്തിൽ പോകാത്തവരെ നമ്മൾ, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് വരാത്തവരെ നമ്മൾ ഭക്തി ഇല്ലാത്തവരും തന്നെ പറയാം അല്ലേ? വേഗം പറഞ്ഞു. കുറി തൊടാത്തവരെ എന്താ പറയാ? അതെന്തോ ഒരു കേട്ടതാകണം. കുറി തൊടില്ല, ഒന്നുമില്ല, ആ ഭക്തിയൊന്നുമില്ല. നാമം ജപിക്കാത്തവർ. നമ്മളുടെ മുമ്പിൽ ഭക്തിക്ക് ഒരു മാനദണ്ഡങ്ങളുണ്ട്. എന്നാ ഭക്തിയുടെ മാനദണ്ഡം അതൊന്നുമല്ല. പിന്നെന്താ? കാരുണ്യം, ദയ, മൈത്രി, സഹാനുഭൂതി, സഹവർത്തിത്വം. കാരുണ്യം, മൈത്രി, ദയ, സഹാനുഭൂതി, സഹവർത്തിത്വം, സാഹോദര്യം. ഈ 6 ഗുണങ്ങൾ ആരിലുണ്ടോ അയാൾ ഉത്തമ ഭക്തനാണ്. ഇതില്ലെങ്കിലോ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടും കാര്യമില്ല, എത്ര ഭാഗവതം വായിച്ചിട്ടും കാര്യമില്ല, എത്ര നാരായണ നാമം ജപിച്ചിട്ടും കാര്യമില്ല. മറ്റുള്ളവരെ ഞാനായിട്ട് കാണാൻ, എന്നിലുള്ളതായിട്ട് കാണാൻ എന്ത് വേണം? ബോധം ഉണ്ടായിരിക്കണം. ഞാനായിട്ട് കാണുമ്പോഴേ എന്തുള്ളൂ? ഒന്നാവുന്നുള്ളൂ അല്ലേ? ഞാനല്ലാതെ കാണുമ്പോഴോ അവിടെ 2 എന്ന ഭാവം വന്നു അല്ലേ? ഭഗവാനോട് ചൊല്ലി, ഒന്നായ നിന്നയിക 2 കണ്ടളവി ഉണ്ടായൊരിണ്ടൽവത ഉണ്ടാവതല്ലവ. മിണ്ടി പോവാൻ പറ്റില്ല. പോയിക്ക് ഇന്റെ അടുത്ത് തന്നെ പറ്റിയത് അബദ്ധം. എന്താ? ഒന്നേ ഉള്ളൂ നീ. ഏകമേവാദ്വിതീയം ബ്രഹ്മ തത്വമസി അയം ആത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ആ ഒന്നായിട്ടുള്ള നിന്നെ പലതായിട്ട് ഞാൻ എന്ന് മുതൽക്ക് കാണാൻ തുടങ്ങിയോ അന്ന് മുതൽക്ക് ഞാൻ ചളിക്കുന്നില്ല. കാരണം എന്നിൽ ദ്വയാർത്ഥമില്ല. അവൾ, അവൻ, അവന്റെ, ഇവന്റെ, എന്റെ, എന്റേത് എന്നൊക്കെയുള്ള തോന്നല് വരിക. അതുകൊണ്ട് അതുണ്ടാക്കരുത്. ഇത് വരണമെങ്കിലും എന്ത് വേണം? ഈ ഭാഗവതം കേൾക്കണം. അത് ഭാഗവതത്തിന്റെ മറ്റൊരു മഹാത്മ്യം. ഏതസ്മാത് അപരം കിഞ്ചിൽ മന. നമ്മൾ എന്തെല്ലാം മനഃശുദ്ധി ഉണ്ടാക്കുമ്പോൾ അത് ആ മനഃശുദ്ധി ഉണ്ടാക്കാനുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. ശ്രീമദ് ഭാഗവതം പഠിക്കുക, ശ്രീമദ് ഭാഗവതം കേൾക്കുക. അത് പഠനാശ്രവണാത് പഠിക്കുക, ശ്രവിക്കുക. ഏറ്റവും ശ്രദ്ധയോട് കൂടിയിട്ട് ശ്രവിക്കാൻ കഴിയുന്നത് ആർക്ക്? അവർക്കത് ഉള്ളിലേക്ക് വേഗത്തിൽ അങ്ങോട്ട് ഇറങ്ങും. 10 പ്രാവശ്യം വായിക്കുന്നതിനേക്കാൾ
നല്ലതാണ്. എന്ത്? ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഒരു തവണത്തെ ശ്രവണം. ശ്രദ്ധ വേണം മാത്രം. അങ്ങനെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ ശുഖം സ്വന്തം കാര്യം നേടാൻ സമർത്ഥന്മാരായിട്ടുള്ള ദേവന്മാരെല്ലാവരും ചേർന്ന് ശ്രീശുഖനെ അമൃതകുംഭവുമായിട്ട് പോലും വന്ന് ഒരു പരീക്ഷണം നടത്തി. പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു, പോകുന്നു മാറിക്കഴിഞ്ഞു, ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് യാതൊരുവിധ യോഗ്യതയില്ല. അഭക്താംസ്താംശ്ച, നിങ്ങൾ ആരാ? അഭക്തന്മാരാണ്. നിങ്ങളിപ്പോ എന്നോട് എന്താ ചോദിച്ചത്? ഇയാൾ 7 ദിവസം കഴിഞ്ഞാൽ മരിക്കും. ആര്? പരീക്ഷിത്ത്. തക്ഷകൻ കടിക്കുന്നതെന്ന് ഉറപ്പാ. ശമീക മഹർഷിയാക്കും അല്ലേ? ശമീക മഹർഷിയുടെ പുത്രനായിട്ടുള്ള ശൃംഗിയാണ് ശപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തക്ഷകൻ കടിക്കും, മരിക്കും, ഉറപ്പ്. പക്ഷെ അമൃത് കഴിച്ചാൽ ഇയാൾ പോവില്ല. പിന്നെ വെന്റിലേറ്ററിലൊന്നും കൊണ്ടുപോയിടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗവതം ഞങ്ങൾക്ക് തരൂ, അമൃത് അദ്ദേഹത്തിന് കൊടുക്കാന്നാ പറഞ്ഞത്. ഇതിലെന്തുണ്ട്? ഒരു ലാഭ കച്ചവടമുണ്ട്. ഇല്ലേ? കൊടുക്കുക, വാങ്ങുക. ആ പരിപാടി ഭാഗവതത്തിന്റെ മുമ്പിൽ നടക്കില്ല. അങ്ങനെയുള്ള ബോധം വെച്ചിട്ട് ആരും ഭാഗവതം കേൾക്കാനോ പഠിക്കാനോ വരണ്ട. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങോട്ട് കിട്ടും മോക്ഷം എന്നാരും വിചാരിക്കണ്ടെന്നർത്ഥം. നമ്മളോട് പറഞ്ഞില്ല, അല്ലാതെ പരീക്ഷത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്കൊന്നുമല്ല. ഇതിൽ നിന്ന് മോക്ഷം കിട്ടണമെങ്കിൽ എന്താ മോക്ഷം? മോക്ഷത്വം എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ മുക്തി. എന്താ ജീവൻ മുക്തി? ജീവിതത്തിലെ പ്രാരബ്ധങ്ങളൊന്നും അറിയാതിരിക്കുന്ന അവസ്ഥയാണ് എന്ത് പറയുക? ജീവൻ മുക്തി എന്ന് പറയുക. പക്ഷെ ലൗകികരായിട്ടുള്ള നമുക്ക് അറിയാതിരിക്കാൻ പറ്റുമോ? അപ്പൊ എവിടെയാ മുക്തി കിട്ടുക? എപ്പോഴാ മുക്തി കിട്ടുക? ആ മുക്തിയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ, എവിടെയും എത്തിയിട്ടില്ല. അത് എത്തിക്കാൻ ഭാഗവതത്തിന് കഴിയും. ഭാഗവതം ഒഴിച്ചുള്ളതല്ല. അങ്ങനെ ആ ഭാഗവതം കൊടുത്തില്ല ആര്? ശുഖബ്രഹ്മർഷി. ദേവകൾക്ക് പോലും. നോക്കിക്കോളൂ. അപ്പൊ ഭക്തി ആരിലുണ്ടോ, നിറഞ്ഞ ഭക്തി ആരിലുണ്ടോ, ആ ഭക്തിയുള്ളവർക്ക് മാത്രം ലഭിക്കാവുന്ന, ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്ത പുണ്യം കൊണ്ട് ലഭിക്കാവുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥം ഒന്നേ ഉള്ളൂ. അത് ശ്രീമദ് ഭാഗവതം ആണ്. ആ ഭാഗവതത്തെയാണ് നമ്മൾ വരും ദിവസങ്ങളിലൂടെ കാണാനും കേൾക്കാനും പഠിക്കാനും പോകുന്നത്. അങ്ങനെയുള്ള ഭാഗവത ശാസ്ത്രം കലിയുഗത്തില് കാണപ്പെടുന്ന ഭഗവാന്റെ മേനിരേ ഭഗവൽ രൂപം ശാസ്ത്രം ഭാഗവതം കലോ. കലികാലത്തിൽ കാണപ്പെടുന്ന ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. നമ്മൾ വേറെ ശ്ലോകം ചൊല്ലി പഠിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി. ഏതാ? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ശ്രീമദ് ഭാഗവതമാണ് ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപം. ആ ശ്രീമദ് ഭാഗവതം എങ്ങനെയുള്ള? അപ്പൊ എന്താ സ്വരൂപത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ സ്വരൂപം? ഇതിപ്പോൾ മൂർത്തി സ്വരൂപമാണ്. ഇതിനെന്ത് വിളിക്കും? അപ്പോ വാഗ്മയ സ്വരൂപം എന്ന് വിളിക്കും. അപ്പോൾ ഭാഗവതം ഭഗവാന്റെ വാഗ്മയ സ്വരൂപമാണ്. എന്നാൽ വിഗ്രഹം ഭഗവാന്റെ എന്താണ്? മൂർത്തി സ്വരൂപമാണ്. രണ്ടും എന്തുകൊണ്ട് നിബിഡമാണ്? മന്ത്രങ്ങളെ കൊണ്ട് നിബിഡമാണ്. മന്ത്രങ്ങളെ കൊണ്ട് ഉറപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ ഭാഗവതം മന്ത്രമാണ്, സാധനാഗ്രന്ഥമാണ്. എന്താ സാധനാഗ്രന്ഥം എന്ന് പറഞ്ഞാൽ? മോക്ഷത്തിലേക്ക് എത്തിക്കുന്ന നിത്യസാധനാഗ്രന്ഥമാണ് ഇത് ഭാഗവതം. ആ ഭാഗവതമാണ് മുക്തസംഗരായിട്ടുള്ള നാരദമുനി സനകാദികളിൽ നിന്ന് വിശാല എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, സ്ഥലം ശ്രദ്ധിച്ചോളൂ, വിശാല എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഏത് കേട്ടത്? ഭാഗവതം 7 ദിവസമായിട്ട് കേട്ടത്. അപ്പൊ ചോദിച്ചു, അതെന്താ അങ്ങനെ കേൾക്കാൻ കാരണം? അപ്പോഴാണ് നിങ്ങൾ കാതോർത്തിരിക്കുന്ന കഥ പറയാൻ തുടങ്ങിയത്. നർമ്മദായുടെ തീരത്ത്, വൃന്ദാവനത്തിന്റെ തീരത്ത്, വൃന്ദാവനത്തിൽ യമുനാ നദിയുടെ തീരത്ത് ഭക്തി മാതാവ് കിടക്കുന്ന കാഴ്ച ദേശസഞ്ചാരത്തിനിടയിൽ, ഇനി ഞാൻ കഥ പറഞ്ഞില്ല പറയണ്ട, നാരദര് കണ്ടു അല്ലേ? ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയുടെ കൂടെ ഒരുപാട് തോഴിമാരും ഉണ്ട്. അദ്ദേഹം ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ആകെ ശുഷ്കിച്ച് യാതൊരു വിധത്തിലുള്ള പ്രസന്ന ഭാവമില്ലാതെ 2 കുട്ടികള് ആ സ്ത്രീയുടെ അരികിൽ കിടക്കുന്നുണ്ട്. നാരദരെ കണ്ടതോട് കൂടിയിട്ട് ആ സ്ത്രീ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് നാരദരോട് പറഞ്ഞു, അങ്ങ് എല്ലാ കാര്യങ്ങളും ത്രികാലങ്ങളിലും എല്ലാം അറിയുന്നവൻ, ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്നവൻ,
ഉള്ളിലും പുറത്തുമുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്ന അങ്ങ് അടിയന്റെ കുട്ടികൾക്ക് സംഭവിച്ചിട്ടുള്ള ഈ ദുഃഖത്തിന് കാരണം, ഈ ശുഷ്കാവസ്ഥയ്ക്ക് കാരണം എന്താണ് ഒന്നും പറയണം. അവരെ ഈ ശുഷ്കാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള എന്തെങ്കിലും ഉപായങ്ങളുണ്ടെങ്കിൽ അത് ഉപദേശിച്ചു തരികയും വേണം. അതിന് അങ്ങേക്കേ കഴിയുള്ളൂ എന്ന് അപേക്ഷിച്ചപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങളാരാ? ആ സ്ത്രീയോട് നാരദർ ചോദിച്ചു, നിങ്ങളാരാ? അപ്പൊ പറഞ്ഞു, ഞാൻ ഭക്തി മാതാവാണ്. ഇത് എന്റെ കുട്ടികളായിട്ടുള്ള ജ്ഞാനവും വൈരാഗ്യവുമാണ്. ഞാൻ ജനിച്ചത് ദ്രാവിഡ ദേശത്തിലാണ്, വളർന്നത് കർണാടകയിലാണ്, അതിന്റെ ഒരു ഭാഗം. പിന്നീട് കുറെ കാലം മഹാരാഷ്ട്രയിലായിരുന്നു. അവിടെ നിന്ന് ഗുർജരത്തിലെത്തി. ഗുർജരത്തില് എനിക്ക് വളരെയധികം, ഗുർജരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗുജറാത്തിന്റെ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഗുജറാത്തിലെത്തിയപ്പോൾ എനിക്ക് വളരെയധികം ശോഷണം സംഭവിച്ചു. പക്ഷെ ഈ വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഭക്തിയായിട്ടുള്ള എനിക്ക് ചെറിയൊരു ഉയർച്ചയുണ്ടായി. പക്ഷെ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ഇവിടെ ഒരു ഉയർച്ചയും ഉണ്ടായില്ല. അവര് ശുഷ്കന്മാരായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന തോഴിമാരോ അത് നദികളൊക്കെയാണ്. അവര് മനുഷ്യസ്വരൂപം ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് മുക്തി നേടാനുള്ള ഉപായം എന്താണ് എന്നുള്ളതാണ് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നാരദര് വേഗം വേദമന്ത്രങ്ങളും ഉപനിഷത്തുകളും വേദാന്തങ്ങളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഇനിയില്ലാത്ത ഒന്നുമില്ല, സകല ശാസ്ത്രങ്ങളും ആ കുട്ടികളുടെ ചെവിയിൽ മന്ത്രിച്ചു. പക്ഷെ കേൾക്കുന്ന മാത്രയിൽ പതുക്കൊന്നും ഉണരും, നിർത്തിയാലോ വീണ്ടും പഴയപടി. നാരദർക്ക് എന്താന്ന് യാതൊരുവിധ കാര്യവും മനസ്സിലായില്ല. നാരദർ അവിടെ നിന്ന് യാത്രയായി. അങ്ങനെ യാത്രയായി എത്തിയ സ്ഥലമാണ് ബദരികയിലുള്ള ബദരികാശ്രമത്തിലുള്ള വിശാല എന്ന സ്ഥലം. അവിടെ എത്തിയപ്പോൾ സനകാദി മഹർഷിമാരെ കണ്ടു, നാരദരെ കണ്ടു. ആരാ ഈ സനകാദികള്? സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാർ. ഇവര് 4 പേര്. അവര് നാരദരെ കണ്ടതോടുകൂടി ചോദിച്ചു, അല്ല അങ്ങയുടെ മുഖത്ത് എന്താ ഒരു മ്ലാനത, ഒരു തെളിച്ചല്ലോ? മറ്റതാണ്ട് അങ്ങനെയല്ല. കാരണം എന്താ? നാരായണനാമം ജപിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് യാതൊരുവിധ ദുഃഖങ്ങളും ഇല്ലല്ലോ, അല്ലേ? നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? എന്താ? നാരായണ എന്നു സദാ ജപിച്ച പാപം കെടും പശി കെടും വ്യസനങ്ങൾ തീരും, നാവിനുണർച്ച വരും ഏറ്റവും അന്ത്യകാലേ ഗോവിന്ദപാദകമലങ്ങൾ തെളിഞ്ഞു കാണാം. പണ്ട് സന്ധ്യാനാമത്തിൽ ചൊല്ലിയിരുന്നത് അല്ലേ? അപ്പൊ നാരായണ എന്ന് ജപിച്ച പിന്നെ ഒരു ദുഃഖമില്ല, ഒരു ആദിയില്ല, ഒരു വ്യാധിയില്ല. അങ്ങനെ സദാസമയം ജപിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേക്ക് എന്താ ഇപ്പൊ ഒരു ദുഃഖം? ആ ദുഃഖത്തിനുള്ള കാരണം എന്താ? അപ്പൊ എല്ലാ കാര്യങ്ങളും സനകാദികളോട് പറഞ്ഞു കൊടുത്തു. സനകാദികൾ ഒരു ഉപായം വെച്ചു. എന്താ? ഇതിനൊറ്റ വഴിയുള്ളൂ, സപ്താഹോ ശ്രവണോ. ഭാഗവതം 7 ദിവസമായിട്ട് ശ്രവിക്കുക, അവരെ ശ്രവിപ്പിക്കുക, അവരെ കേൾപ്പിക്കുക. ആ ഭാഗവതം കേട്ടാൽ അവർക്ക് ഉണർവുണ്ടാവും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഭാരതഭൂമിയിൽ വിശാല എന്ന സ്ഥലത്ത് സനൽകുമാരന്മാരുടെ നേതൃത്വത്തിൽ യജ്ഞ ആചാര്യ പദവിയിൽ എന്തു നടന്നത്? ഭാഗവത സപ്താഹം നടന്നത്. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? അവിടെ ആശ്ചര്യകരമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അക്കാലഘട്ടത്തിലെ സകല മുനീശ്വരന്മാരും അവിടെ എത്തി. ദേവർഷിമാരും ബ്രഹ്മർഷികളും രാജർഷിമാരും എത്തി. നദികളൊക്കെ എന്തായി മനുഷ്യ സ്വരൂപങ്ങളെ സ്വീകരിച്ചെത്തി. പക്ഷി മൃഗാദികളെത്തി. അപ്സരസുകള്, കിന്നരന്മാര്, യക്ഷന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര്, കിംപുരുഷന്മാര്, സിദ്ധന്മാര്, യോഗീശ്വരന്മാര്, ഇനി ഇല്ലാത്തവരാരുമില്ല, എല്ലാവരും എത്തി. എങ്ങനെ എത്തുന്നത്? ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ഇതൊക്കെ ഞാൻ ചൊല്ലുമ്പോൾ നിങ്ങൾ ഉറക്കെ ചൊല്ലണം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് ഉറക്കെ ജപിച്ചിട്ട് അത്രേ ഇവരുടെ കേൾക്കുന്നത്. ഭാഗവതത്തിന്റെ മാഹാത്മ്യം പറയാൻ തുടങ്ങിയിട്ടുള്ളൂ.
ഭക്തിയുടെ മഹാത്മ്യം പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ജ്ഞാനവും വൈരാഗ്യങ്ങളൊക്കെ ഉണർന്നു. ഭാഗവതം പറയാനൊന്നും തുടങ്ങിയിട്ടില്ല. ഭാഗവതത്തിൽ ഭക്തിയുടെ മഹാത്മ്യം പറയാൻ മാത്രം അങ്ങ് തുടങ്ങി. അത് തുടങ്ങിയപ്പോഴേക്കും തന്നെ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ഉണർവുണ്ടായി. അങ്ങനെ ആദ്യത്തെ സപ്താഹം നടന്നു. അപ്പൊ വീണ്ടും ചോദിച്ചു, സനകാദികളുടെ ഭാഗവത കഥനം കൊണ്ട് ഇങ്ങനെ തന്നെയുള്ളതൊക്കെ സംഭവിച്ചു. എന്നാൽ ഭക്ഷണം നൽകി വളർത്തുന്നവന്, ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, കന്യകയെ നൽകുന്നവൻ, വിദ്യയെ ഉപദേശിക്കുന്നവൻ, മന്ത്രം ഉപദേശിക്കുന്നവര്, ഈ 5 പേരും നമുക്ക് പിതാക്കന്മാരാണെന്ന് ഒരു ധർമ്മബോധമുണ്ട്. അല്ലാത്തവർ നമ്മൾ പറയുന്നവര് മാത്രമല്ല നമുക്ക് എന്ത് പിതാക്കന്മാര്. ആരൊക്കെയാണ്? ഒന്നാമത് ഭക്ഷണം നൽകി വളർത്തുന്നവര്, അവർ പിതാവിന്റെ സ്ഥാനമാണ്. രണ്ടാമത്തെ കൂട്ടരാരാണെന്ന് വെച്ചാല് ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. നമുക്കിപ്പോ എന്തെങ്കിലും വലിയൊരു ഭയം വന്നു, നമുക്കൊരു ഉപദേശത്തിലൂടെ ആ ഭയം മാറുകയായിരിക്കുക. അങ്ങനെ അതിന് സഹായിച്ച ആളാരാണ്? നമ്മളുടെ പിതാവായി മാറുന്ന, ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. ഇനി മൂന്നാമത് ആരാണെന്ന് വെച്ചാല് കന്യകയെ നൽകുന്നവൻ, അത് പിതാവാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ പേര്? അമ്മായിയപ്പൻ, അല്ലേ? അമ്മായിയപ്പനും അമ്മായിയമ്മയും പിതൃതുല്യരാണ്, മാതൃ തുല്യരാണ്. ഇന്ന് വന്നതിന്റെ 3-ാം പക്ക ആദ്യം ചവിട്ടിയത് അമ്മായിയമ്മേനെയാണ്, രണ്ടാമത്തെ ചവിട്ട് അമ്മായിയപ്പന്. ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യത്തില്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ വളരെ പെട്ടെന്ന്. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ കന്യകയെ ദാനം നൽകിയവൻ പിതാവാണ്, മൂന്നാമത്. ഇനി 4-ാമത് ആരാറിയോ? വിദ്യയെ ഉപദേശിക്കുന്നവൻ. അപ്പൊ ഗുരു ആരാണ്? പിതാവാണ്. മന്ത്രം ഉപദേശിക്കുന്നവൻ പിതാവാണ്. ഇങ്ങനെ 5 വിധത്തിലുള്ളവരൊക്കെ പിതാക്കന്മാരാണ്. ഇത് മുഴുവൻ എവിടുന്ന് കിട്ടും? ഭാഗവതത്തിൽ നിന്ന് കിട്ടും. അപ്പൊ ഭാഗവതം എന്തായി മാറുന്നു? പിതൃസ്വരൂപത്തിൽ നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് ഞാൻ പറഞ്ഞത്. വല്ലതും വല്ലതും നിങ്ങൾക്ക് കിട്ടണ്ടെങ്കിൽ മേടിച്ചു വെച്ചോ എന്ന് പറയാനാണ്. അപ്പൊ കഥ പറഞ്ഞു കഴിഞ്ഞു, ഇനി കഥ പറഞ്ഞില്ല പറയുന്നത്. അതിന് കിട്ടിയ കാര്യം എന്താ? തത്വം എന്താ? ഇതാണ് ഭാഗവതം. നമുക്ക് പിതൃസ്വരൂപമാണ്. ഒരു പിതാവ് മക്കൾക്ക് എന്താ ചെയ്യാം? അവരുടെ ദുഃഖത്തെ അകറ്റി കൊടുക്കുക ചെയ്യും. അത് അകറ്റാൻ പര്യാപ്തമായ പിതാവാണ്, മാതാവാണ് ആര്? ഈ ഭാഗവതം. അതുകൊണ്ട് ഭാഗവതത്തെ അങ്ങനെ സ്വീകരിച്ചോളൂ, പിതൃതുല്യമായിട്ട് കണ്ടോളൂ. പുത്രസമുന പിതാ ഏവം പുത്രസമുന പിതാ ഏവം സംസാരചക്രേണ കൂജ കൂജ ചക്രകടാവിതു എന്ന് വേദത്തിന് ഒരു മന്ത്രമുണ്ട്. സംസാര ചക്രത്തിന്റെ മറുകര കാണാൻ കഴിയാതെ ഇക്കരെ പേടിച്ചു വിറച്ച് നിൽക്കുന്നവരാരുണ്ടോ അവര് ഒരിക്കൽ ശ്രദ്ധയോട് കൂടിയിട്ട് ഭാഗവതത്തിലേക്കൊന്ന് പ്രവേശിച്ചാൽ മതി. ആ സംസാര ചക്രം തരണം ചെയ്യാനുള്ള എല്ലാവിധത്തിലുള്ള വഴികളും അവിടുന്ന് കിട്ടും. ഈ കാരണത്തെ കൊണ്ടാണ് ഭക്തിയുടെ മഹാത്മ്യം പറഞ്ഞപ്പോഴേക്കും ആരെത്തിയത്? ആർക്ക് വളർച്ച കിട്ടിയത്? ജ്ഞാനവൈരാഗ്യാദികൾക്ക് വളർച്ച കിട്ടിയത്. അപ്പൊ വീണ്ടും ചോദ്യമായി. ആര്? ശൗനക മഹർഷീശ്വരന്മാര് എന്താ ചോദിച്ചിട്ടുണ്ടാവുക? ഭാഗവതത്തിന് വേറെ എന്തെങ്കിലും മഹാത്മ്യം ഉണ്ടോ? അപ്പോഴാണ് അടുത്ത കഥ പറഞ്ഞത്. ഏത് കഥ? ഉണ്ട്. ഭൂത പ്രേത പിശാച രാക്ഷസ ബ്രഹ്മരക്ഷ എന്നൊക്കെയാ പറയുന്നത്. ഇവയിൽ നിന്നൊക്കെ ഉള്ള ആപത്തിനെ തടുക്കാൻ ഭാഗവത പാരായണവും ഭാഗവത ശ്രവണവും കാരണമായി തീരും. അതിന് വല്ല തെളിവുണ്ടോ ചോദിച്ചു. നമ്മളെപ്പോലെ തന്നെ നമ്മൾ അങ്ങനെയാണ്. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കുക? അതിന് വല്ല തെളിവുണ്ടോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നന്നായി വിശ്വസിക്കുക, അല്ലേ? തെളിവുണ്ട് പറഞ്ഞു. എന്താ തെളിവ്? തുംഗഭദ്രാ നദീതീരത്ത് ആത്മദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദുന്ദുലി എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. കുട്ടികളൊന്നും ഉണ്ടായില്ല. വയസ്സ് 10-100ന്റെ അടുത്തെത്തി. ധനാഢ്യനായിട്ടുള്ള അദ്ദേഹം ചെയ്യാത്ത സൽക്കർമ്മങ്ങളൊന്നുമില്ല. എന്നിട്ടുമില്ല. അവസാനം വിരക്തി വന്നു വീട് വിട്ടിറങ്ങി. കാട്ടിലെത്തി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവ്യനായിട്ടുള്ള യോഗീശ്വരനെ കണ്ടെത്തി അദ്ദേഹത്തിനോട് തന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം തല ഒന്ന് കുമ്പിട്ട് നോക്കി, ശിരോലിഖിതൊന്ന് നോക്കി ഇത്ര. അപ്പൊ പറഞ്ഞു, അങ്ങേക്ക് 7 ജന്മത്തില് സന്താന ഭാഗ്യം ഇല്ല, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മോഹം വേണ്ട. ആത്മദേവൻ പിടിവാശിയായി.
അവസാനം ആ വാശിയുടെ മുമ്പിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പഴം കൊടുത്തു. ഈ പഴം ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തോളാൻ പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഭാര്യയുടെ അടുത്തെത്തി പഴം ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭാര്യ ചിന്തിക്കാൻ തുടങ്ങി. എന്താ കാരണം? ദുന്ദുലി അങ്ങനെയുള്ള ഒരാളായിരുന്നു. ലോകവാർത്ത അരതക ഭാഗവതം പറയുന്നതൊക്കെ അങ്ങനെയാണ്. അവള് ലോകവാർത്തകൾ സ്വീകരിക്കുക, അത് പ്രചരിപ്പിക്കുക, അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ വാർത്താ പ്രചാരം. BBC ഒന്നും വേണ്ട, അല്ലാത്തതിന്റെ നമുക്ക് വാർത്തകൾ കിട്ടും. വെറുതെ വീട്ടിലിരുന്ന് അതേ പുറത്തേക്ക് ഇറങ്ങുണ്ടാവില്ല. പക്ഷെ ലോകത്തിലുള്ള സകല വാർത്തയും അടുത്തുള്ളവരെ വാർത്തയും ഒക്കെ പണ്ട് കുളക്കടവിലും പിന്നെ എവിടെയാ പുഴക്കടവിലും ഒക്കെയാണ്. ഇപ്പൊ അമ്പലത്തിൽ നിന്നാ കിട്ടുക വാർത്ത. ഇപ്പൊ അമ്പലം വാർത്തകള് പ്രചരിപ്പിക്കുന്ന ഒരു കേന്ദ്രവും കൂടി ആയി മാറിയിരിക്കുകയാണ്. അറിഞ്ഞില്ലേ? പടിഞ്ഞാറ് മുക്കിൽ ആ തൂണിന്റെ അവിടെ പോയി മാറി നിന്നിട്ടാണ് വിളിച്ചു വ്യക്ത വാ 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 ഒരു കാര്യം പറയാൻ നീ അറിഞ്ഞില്ലേന്ന്. എന്നിട്ടാണ് ദാക്ഷായണിയുടെ കുറ്റങ്ങളൊക്കെ നാമ ചൊല്ലണുണ്ടാവും പറയുന്നുണ്ടോ. ലോകവാർത്താരത. ഈ ലോകവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ ഇവള് വളരെ മിടുക്കത്തിയായിരുന്നു. പിന്നെന്താ? ദേഹം ഭരിണ. അതുണ്ടായ പിന്നെ ആകെ റദ്ദായി. എന്റെ ദേഹം എന്റെ ദേഹം എന്റെ ദേഹം എന്നുള്ള ബോധം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ഗർഭം ധരിച്ചാൽ പ്രശ്നവും. എന്താ കാരണം? പഴയ പോലെ തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും പണ്ട് ഇഷ്ടമായതൊന്നും ചിലപ്പോ ഇനി ഇഷ്ടമായെന്ന് വരില്ല. അതുപോലെ തന്നെ ശരീരത്തിൽ അവിടെയും ഇവിടെയൊക്കെ എന്തുണ്ടാവും? ചില വൈകൃതങ്ങളൊക്കെ വരും. ഭാഗവതം പറയണത് ഞാൻ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഉയരും പൊന്തും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. കള്ളന്മാരൊക്കെ വന്നാൽ ഇപ്പോഴും ഓടുന്നത് പോലെ ഓടാനൊന്നും പറ്റില്ല. പിന്നെ ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഗർഭം ധരിക്കണില്ല അവൾ തീരുമാനിച്ചു. ഇനിയിപ്പോ ഇതിനെന്താ ഒരു ഉപായം? ഒരു ഉപായമാണ്. വേഗം അവളേക്കാൾ കുസൃതിക്കാരി തന്ത്രശാലിയായിട്ടുള്ള അവളുടെ സഹോദരിയെ വിളിച്ചു വരുത്തി. വിവരങ്ങളൊക്കെ പറഞ്ഞു. സഹോദരി പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്. ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ നിനക്ക് തരാം. എന്റെ ഭർത്താവിന് പണം കൊടുത്താൽ മതി. അന്നുകൊണ്ട് പണത്തിന് വേണ്ടി കുട്ടികളെ വിൽക്കുന്നവർ, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് മക്കളെ വിൽക്കുന്ന അച്ഛനും അമ്മമാരും ഉണ്ടാവും ഒരു കാലഘട്ടത്തിൽ എന്ന് അന്ന് കണ്ടെത്തി. അപ്പൊ ചോദിച്ചു, ഈ പഴം ആ പശുവിന് കൊടുത്തോളൂ. പഴം നേരെ കാടിവെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അത് പശു കഴിച്ചു. സഹോദരി ഗർഭാവസ്ഥ കാലം പൂർണ്ണമായി പ്രസവിച്ചു. പഴം തിന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പശുവിനും വീർപ്പ് വരവോടെ ഉദരം. പശുവും ഗർഭാവസ്ഥയിൽ. പിന്നെ സംശയമൊന്നും ഉണ്ടായില്ല. സഹോദരി പ്രസവിച്ചതിന് ശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ പശുവും പ്രസവിച്ചു. പശു പ്രസവിച്ച കുട്ടിയോ പശുക്കുട്ടിയായിരുന്നില്ല, മനുഷ്യക്കുട്ടിയായിരുന്നു. ചെവി പശുവിൻ്റെതുപോലെ നല്ല നീളത്തിൽ. ആദ്യത്തെ കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് പേരപ്പെട്ടു ദുന്ദുകാരി. രണ്ടാമത്തെ കുട്ടി ഉണ്ടായി, ഭയങ്കര തേജസ്. പശുവിന് കുട്ടി ഉണ്ടായപ്പോ അവരുടെ കുട്ടിയെ പോലെ തന്നെ വളർത്തി. ആ കുട്ടിയുടെയും ജാതകാദി കർമ്മങ്ങളൊക്കെ കഴിച്ചു. ആ കുട്ടിക്ക് ഒരു പേര് കൊടുത്തു. എന്താ? ഗോകർണൻ. ഈ ഗോകർണൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഏകാന്തമായിട്ടുള്ള പരബ്രഹ്മോപാസനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ദുന്ദുകാരിയാണെങ്കിലോ സദാസമയം എല്ലാവരെയും ദ്രോഹിച്ചും പിടിച്ചു പറിച്ചും മോഷണം നടത്തിയും അങ്ങനെയാണ് അവൻ ചെറുപ്പം മുതലേ വളരുന്നത്. അല്പഭാഷണികളായിട്ടുള്ളവരോടല്ല, ദുർഭാഷണികളായിട്ടുള്ളവരോടാണ് അവന് കൂട്ടുകെട്ട്. മ്ലേച്ഛമായ രൂപത്തിൽ ജീവിക്കുന്നവരോടാണ് അവന് കൂട്ടുകെട്ട്. എന്ന് വെച്ചാൽ അശ്ലീലപരമായിട്ടുള്ള ജീവിത രീതി അല്പദേവന്റെ പുത്രനായിട്ടുള്ള ദുന്ദുകാരി സ്വീകരിച്ചു. കാമമൂലം സ്ത്രീക്ക് അടിമയാകുന്ന പുരുഷന് എന്തില്ല? വിവേകം ഇല്ല. വിവേകം നശിക്കും. മനുഷ്യന്റെ വിവേകത്തെ നശിപ്പിക്കുന്ന ഒരേ ഒരു വസ്തുവാണ് എന്ത്? അത്യാർത്തി. സ്ത്രീയിലുള്ള അത്യാർത്തി നിമിത്തം സ്ത്രീയോടുള്ള ആസക്തി. ആ ആസക്തി ഉണ്ടായാൽ പിന്നെ വിവേകം. എന്താ വിവേകം? വരും വരായികള് അല്ലെ, വരും വിനായികള് എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റാണ്ട്. ഇവിടെ അവൻ അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് നീങ്ങാൻ തുടങ്ങി. നല്ല കുട്ടികൾ ഉണ്ടായാലും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിരക്തി വരും. ഇതിന്റെയോ ദുസ്സന്താനങ്ങൾ ഉണ്ടെങ്കിലും വിരക്തി വരും. എന്താ കാരണം? നല്ല കുട്ടികൾ ഉണ്ടായാൽ നന്നായി, ഇനിയിപ്പോ എനിക്ക് എന്റെ വഴി നോക്കാം, അവര് നോക്കിക്കോളും എല്ലാ കാര്യവും, അതുകൊണ്ട് ഞാൻ എന്റെ വഴിക്ക്
പോവാം എന്ന് വിചാരിച്ച് അവർക്ക് അവരുടെ വഴിക്ക് പോകും. അത് ദുർജനായാലോ? ഇവരുടെ കൂടെ കഴിഞ്ഞാൽ എന്നെയും കൂടി അത് ബാധിക്കും. അതുകൊണ്ട് ഇവരെ വിട്ടു പോവാം. അവരെന്താ വെച്ചാൽ ആയിക്കോട്ടെ, ഞാൻ എന്റെ വഴിക്ക് പോവാണ്. രണ്ടു വിധത്തിലും വിരക്തിയാണ്. ഇവിടെ വിരക്തി വന്നു ആത്മദേവന്. തന്റെ പുത്രന്റെ ഈ ദുർനടപ്പുകളെ ചിന്തിച്ച് അദ്ദേഹത്തിന് വിരക്തിയായി. അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് സ്വന്തം പുത്രനായിട്ടുള്ള ആരെ തന്നെ വിളിച്ചു? ഗോകർണനെ തന്നെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അന്ധകൂപേ സ്നേഹപാശേ ബന്ധ പങ്കുരകം ഷടഹ കർമ്മണാപതിതോ നൂനം മുദ്ധരദയാനിതേ. മകനെ വിളിക്കുക ദയാനിതേ. ഇതൊക്കെയാണ് ഭാഗവതത്തിലെ ദർശനങ്ങൾ. ഒരു കഥയല്ല ഭാഗവതം. ഭാഗവതം ദർശനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. നമുക്ക് ജീവിതത്തിൽ പകർത്താവുന്ന ഒരുപാട് ദർശനങ്ങൾ ഭാഗവതം തരികയാണ്. മക്കളെ എന്ത് വിളിക്കണം, ഭാര്യയെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, നാട്ടുകാരോട് എങ്ങനെയാ പറയേണ്ടത്, മകനോടാ പറഞ്ഞത് ദയാനിധി എന്ന്. എന്താ കാരണം? എല്ലാ വസ്തുവിലും പരമാത്മ ചൈതന്യത്തെ ദർശിച്ചാൽ ആ പരമാത്മ ചൈതന്യത്തിൽ നിന്ന് മറ്റു ജീവജാലങ്ങൾക്ക് എന്തേ കിട്ടുന്നുള്ളൂ? ദയ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഏത് ജീവിയും ദയ അർഹിക്കുന്നവരാണ്, ദയയ്ക്ക് അർഹതപ്പെട്ടവരാണ്, ദയാനിധികളാണ്. ഇവിടെ ആരും ക്രൂരന്മാരായിട്ട് ജനിക്കുന്നുമില്ല. സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി തീർക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ദയാനിധേ എന്ന് വിളിച്ചത് പകനോട്. എന്നിട്ട് പറഞ്ഞു, അജ്ഞാന നിമിത്തം സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുന്ന എനിക്ക് സ്നേഹപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എൻ്റെ മനസ്സ്. അതുകൊണ്ട് ആ സ്നേഹപാശങ്ങളിൽ നിന്ന് ആ മനസ്സിനെ വിടുവിച്ച് ആ സർവേശ്വരനായിട്ടുള്ള ഭഗവാനിൽ ലയിക്കുവാനുള്ള ഉപദേശം എന്താണ്? അത് അങ്ങ് അടിയന് ഉപദേശിച്ചു തരണം. അച്ഛൻ മകനോട് ചോദിച്ചു. ഇനി രണ്ടാമത്തെ ദിവസം അമ്മ മകനോട് ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം, അല്ലേ? അപ്പൊ ഗോകർണൻ ഉത്തരം പറഞ്ഞു കൊടുത്തു. ദേഹസ്ഥിമാംസരുതിധേരിഭിമതിം ത്യജത്വം ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യാനിശാം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരസികോ ഭവഭക്തിനിഷ്ഠഃ ധമ്മം ഭജസ്വ സതതം ത്യജ ലോകധർമാൻ സേവസ്വ സാധു പുരുഷൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ സേവാഗതാരസമഹോ നിതരാം വിഭത്വം ഏവം സുതോക്തിവശതോ വിഗൃഹം വിഹായ യാതോ വനം സ്ഥിരമധിർഗത ഷഷ്ഠിവർഷഃ യുക്തോ ഹരേ അനുദിതം പരിചര്യയാസോ ശ്രീകൃഷ്ണമാമനിയതം ദശമസ്യ പാടാത്. പറഞ്ഞത് ശ്രീകൃഷ്ണനെ സദാ ഭജിക്കുക. അച്ഛാ, അസ്ഥി മാംസം രക്തം ദേഹ അസ്ഥി മാംസ രുതിരെ അല്പ അഭിമതി. നമ്മളെ ഈ ശരീരം ഉണ്ടല്ലോ, പുറത്തേക്ക് പങ്കജകസ്തൂരിയും വേദാന്താവലിയും ഒക്കെ തേച്ച് മിനുക്കി വരുന്ന ഈ ശരീരം എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിട്ട്, അല്ലേ? ആദ്യം കൂട്ടിയിടണം, എന്നിട്ട് അത് സ്ക്രാപ്പ് ചെയ്യണം, എന്നിട്ട് അവിടെ ഇവിടെയുള്ള തുളയും ദ്വാരങ്ങളൊക്കെ അടയ്ക്കണം. എന്തെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. എന്താ കാരണം? ദേഹത്തിനോട് അഭിമാനം ഉണ്ടായതുകൊണ്ട്. പക്ഷേ അസ്ഥിയും മാംസവും രുദ്രവും ശുക്ലവും കഫവും പിത്തവും രസവും ഒക്കെ ചേർന്ന ഈ ശരീരത്തിന്റെ ഉള്ള് വളരെ മാലിന്യം നിറഞ്ഞതാണ്. ആ ഉള്ളിലെ മാലിന്യമാണ് നീങ്ങേണ്ടത്. ആ ഉള്ളിലെ മാലിന്യം നീങ്ങണമെങ്കിൽ പശ്യാഗിതം ജഗതിദം ക്ഷണഭംഗനിഷ്ഠാം. ഈ ജഗത്തിലെ എന്തു എപ്പോ വേണമെങ്കിലും നശിക്കാം. ആ നാശത്തിന് അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നശിക്കുന്ന വസ്തുക്കളോടുള്ള ഭ്രമമാണ് ഇവിടെ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. സത്യല്ലേ? അല്ലേ? നമ്മളൊക്കെ കൂടെ പിടിച്ചു നിർത്തുന്നത് എന്താ? 60 വയസ്സ് കഴിഞ്ഞിട്ട് ആരും സന്യസിക്കാൻ പോകാത്തത്? മുത്തശ്ശി ആ പേരക്കുട്ടിയുടെ മുത്തശ്ശിയായി. എന്നിട്ട് മുത്തശ്ശിക്ക് വിരക്തി വന്നിട്ടില്ല. എന്താ കാരണം? ഇവിടെ ഉള്ളത് വിട്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മുത്തശ്ശിമാരൊക്കെ ഇവിടെ കാണും, ഏതെങ്കിലും ആശ്രമത്തിന് വല്ല കാര്യം കൊണ്ടുകൊടുത്തിരിക്കണ്ടാവും. വിരക്തി വന്നിട്ടില്ല. കാരണം പ്രാപഞ്ചിക വസ്തുക്കളോടുള്ള താതാത്മ്യം, അതിനോടുള്ള താല്പര്യം വിട്ടുപോയിട്ടില്ല. ആ താല്പര്യം എപ്പോൾ വിടുന്നുവോ അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്വധർമ്മം ആചരിക്കാൻ പറ്റും.
അതുകൊണ്ട് അച്ഛൻ ഇതെല്ലാം ത്യജിച്ച് സ്വധർമാചരണത്തിനായിട്ട് സാധുപുരുഷന്മാരായിട്ടുള്ള സജ്ജനങ്ങളെ ആശ്രയിക്കുക. ആ സജ്ജനങ്ങളെ ആശ്രയിക്കുവാനായിട്ട് എന്ത് ചെയ്യുക? യഥോവനം, അങ്ങ് വനത്തിലേക്ക് യാത്ര ചെയ്യപ്പെടും. എന്നിട്ട് അവിടെ വെച്ചിട്ട് അനുദിനം സ്വീകരിക്കുന്നതെ പൂജിക്കുന്നതിൽ മാത്രം മനസ്സിരുത്തി ശ്രീമദ് ഭാഗവതം എന്ത് ചെയ്യുക? ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാടാത്, ആ ശ്രീകൃഷ്ണന്റെ ചരിതത്തെ പുകഴ്ത്തുന്ന ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധ ഇരുന്ന് അങ്ങോട്ട് പാരായണം ചെയ്യുക. അത് പാരായണം കഴിയുന്നതോടുകൂടി അങ്ങയുടെ മുമ്പിൽ തെളിയും എന്താണ് വഴി വേണ്ടത്. അതോടുകൂടിയിട്ട് അങ്ങേക്ക് മുക്തിയും ലഭിക്കും. ഗോകർണന്റെ ഈ വാക്കുകൾ കേട്ട് ആത്മദേവൻ ഭഗവത് ഭജനത്തിനായിട്ട് യാത്രയായി. അങ്ങനെ ഭഗവാനിൽ ലയിച്ചു. ഗോകർണൻ അച്ഛൻ പോയതോട് കൂടിയിട്ട് ദുന്ദുകാരി അവന്റെ തന്നിഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങി. വേശ്യകളെ പോലും 5 വേശ്യകളെ പോലും ഗൃഹത്തില് കൊണ്ടുവന്നു. അവന്റെ അമ്മ മരിച്ചു. അവൻ ദുർനടപ്പുകൾ കൂടി. മോഷണമൊക്കെ വളരെ കൂടുതലായി. ഈ വേശ്യസ്ത്രീകൾക്കൊക്കെ വളരെ പേടിയായി. അവരൊരു ദിവസം അവനെ ആ പ്രേതാത്മാവിന് ഗതി കിട്ടാതെ അലയുകയാണ്. ഈ വിവരം തീർത്ഥയാത്രയ്ക്ക് പോയ ഗോകർണൻ അറിയുന്നു. ഗയയിലൊക്കെ ശ്രാദ്ധം കൂട്ടി തിരിച്ചു വന്നു. ഒരു ദിവസം മുറ്റത്ത് അങ്ങനെ കിടക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ടും ആശ്ചര്യകരമായിട്ടുള്ള സ്വരൂപം കാണാനില്ല, വാക്കുകൾ മാത്രം കേൾക്കാനുണ്ട്. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എനിക്ക് സൽഗതി തരണേ, എനിക്ക് സൽഗതി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ദുന്ദുകാരിയാണ്. ഉണ്ടായ അവസ്ഥകളൊക്കെ അറിഞ്ഞു. എന്താ ഇതിനൊരു പോംവഴി എന്ന് പണ്ഡിതന്മാരോട് ചോദിച്ചു. ആർക്കും ഉത്തരമില്ല. ബ്രാഹ്മണരുടെ അഭിപ്രായ പ്രകാരം പിറ്റേ ദിവസം ആ യമുനാ നദിയിൽ ഇറങ്ങി കൂട്ടി ഒരു ദിവ്യ ശക്തി സ്വരൂപം മുകളിലേക്ക് നിർഗമിച്ചു. വിമാനം വന്നു. വൈഷ്ണവ പാർഷദന്മാര് ആ ദിവ്യ ശക്തിയെ സ്വീകരിച്ചു. ഇത് കണ്ട വലിയ രുദ്രാക്ഷത്തെ ധരിച്ച ഋഷിമാർക്കൊക്കെ അസൂയായി. അവര് പറഞ്ഞു, അടുത്തേക്ക് എന്ത് വരുള്ളൂ? ആ വിമാനം വരുള്ളൂ. അപ്പൊ വിമാനം വരിക എന്താ അർത്ഥം? അഭിമാനം പോകുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും കാലഘട്ടത്തിൽ വിശ്വസിക്കും. ഭാഗവതം കേട്ട് വിമാനം വരും, അതിൽ കയറി പോവാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും വിശ്വസിക്കുന്നു. അതിനാണ് ഭാഗവതം പറയുമ്പോൾ വേദാന്ത തത്വാത്മകമായിട്ട് പറയണം. കഥ മാത്രം പറഞ്ഞാൽ കാര്യം നടക്കില്ല എന്ന് പറയാൻ കാരണം അഭിമാനം പോയി. എന്ത് ചെയ്യാ? ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം വന്നാൽ പിന്നെ അവിടെ എന്തില്ല? ദുഃഖം ഇല്ല. ആ പ്രേതാവസ്ഥ പോകും. എന്താ ഈ പ്രേതാവസ്ഥ? നിശ്ചലാവസ്ഥ. ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കുന്നു. ചില ദിവസം നമ്മളും അങ്ങനെയാണ്. ചില സമയത്തൊക്കെ ഒരു പ്രേതാവസ്ഥയൊക്കെ ഉണ്ട്. രാവിലെ പറയും ഒന്നും വയ്യ, ഞാൻ വിളിക്കുക. ഇന്ന് ചോറ് കൂട്ടാനൊന്നും ചെയ്യുന്നു. ഹോട്ടലിന് വേണമെങ്കിൽ കഴിച്ചോണ്ട് വരുമ്പോ വല്ല പാർസലും കൊണ്ടുപോകും. എനിക്ക് ഒന്നിനും വയ്യ പറഞ്ഞിട്ടുണ്ടാവും. എന്താ കാരണം? പ്രേതാവസ്ഥ മുന്നിൽ കെട്ടുള്ളൂ. ചിരിച്ചിട്ട് കാര്യമില്ല. ചിരിച്ചാലല്ല പറയുന്നത്, കാര്യ പറയുന്നത്. നിർജീവമായ അവസ്ഥ. ആ നേരത്തൊക്കെ നമ്മളെ കണ്ടാൽ തന്നെ പേടിയാവും ചെയ്യും. പിന്നെ ആ സമയത്തൊന്നും പരിസരത്തേക്ക് പോവാതിരിക്കുകയല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പോകാൻ പറ്റില്ല. ആ അങ്ങനെയുള്ള അവസ്ഥയിൽ തീരെ പോവാതിരിക്കുകയാണല്ലോ. എന്താ കാരണം? അപ്പോഴെങ്ങാനും അങ്ങോട്ട് ചെന്നാൽ ചോറ്റാനിക്കരമ്മയുടെ കാര്യം പറഞ്ഞാൽ രാത്രി അമ്മ ഭദ്രകാളി നിർത്തുന്നത് സദാസമയം ഭദ്രകാളിയായിട്ട് നിൽക്കുക. അതിന്റെ അടുത്തേക്ക് എങ്ങാനും ആ സമയത്ത് ചെന്നാൽ എന്താവും സ്ഥിതി? എന്താ പ്രേതാവസ്ഥ മനസ്സിലായില്ലേ? ഈ ശങ്കരകുറുപ്പ് നമുക്ക് പറഞ്ഞു കിട്ടുന്നു. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, എന്നും പ്രതിധ്വനിക്കുന്നോർമ്മയിൽ പാദപക്കത്തെ മരത്തിങ്കരി നിഴൽ കണക്കെ. അതുപോലെ ആ മരത്തിന്റെ നിഴല് കണ്ടിട്ട് പ്രേതാണ് മറ്റു കള്ളനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു. കാരണം എന്താ? ബോധമില്ലാത്തത് കൊണ്ടാ. ഞാൻ പോകുന്നുള്ള ബോധമില്ലാത്തത് കൊണ്ട് ഇവിടെയൊക്കെ പ്രേതാണെന്നുള്ള ബോധം വന്നതുകൊണ്ട്. ഈ പ്രേതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്. നമ്മളിലുള്ള നിർജീവത്വം മാറിപ്പോവുക. നമ്മളിലുള്ള ആ സജീവത്വത്തെ വീണ്ടെടുക്കാൻ കഴിയുക. അതിനെന്ത് വേണം? ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം വളരണം. അത് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തും? വൈകുണ്ഠ ദർശനം കിട്ടും. എന്താ വൈകുണ്ഠ ദർശനം?
അവിടേക്ക് ട്രെയിനും ഇല്ല, ഫ്ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഒരു പ്രത്യേക സ്ഥലമല്ല വൈകുന്നതെന്ന് വിചാരിച്ചാൽ ഇനി പാലാഴി തേടിയിട്ട് ഇനി അടുത്ത ടിക്കറ്റൊക്കെ അങ്ങോട്ടാവും. ആരിപ്പോ തീർത്ഥയാത്ര പാലാഴിയിലേക്ക് എന്താണാവോ നടത്താത്തത്? അത് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഏത് കടലാണ് പാലാഴി കടലിൽ നിന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇല്ലെങ്കിൽ ഇനി അടുത്ത തീർത്ഥയാത്ര ഗ്യാസും കുറ്റിയൊക്കെ കയറ്റിയിട്ട് ആദ്യം അങ്ങോട്ടാവും. എന്താ വൈകുണ്ഠം? വികുണ്ഠമല്ലാത്ത മനസ്സിന്റെ അവസ്ഥയാണ് എന്ത് വിളിക്കുക? വൈകുണ്ഠ പ്രാപ്തി എന്ന് പറയുക. എന്താ വികുണ്ഠമല്ലാത്ത അവസ്ഥ? ദുഃഖങ്ങളോ മോഹങ്ങളോ ശോകങ്ങളോ ഹർഷങ്ങളോ ഭയമോ ക്രോധമോ എന്ന് വെച്ചാൽ അഷ്ടരാഗങ്ങൾ: കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര, ഡംബ, അഹങ്കാര. ഈ 8 ഇല്ലാത്ത മനസ്സിന്റെ അവസ്ഥയാണ്. ആ അവസ്ഥയെ എപ്പോൾ നമുക്ക് പ്രാപിക്കാൻ കഴിയുമോ അതിനെയാണ് എന്ത് വിളിക്കുക? വൈകുണ്ഠ പ്രാപ്തി എന്ന് വിളിക്കുന്നത്. അല്ലാതെ വേറെ എവിടേക്കെങ്കിലും ടിക്കറ്റ് എടുത്ത് പോവാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. ഇതൊക്കെ പോയാൽ ഭഗവത് ദർശനം, ഭഗവാൻ ആ ചതുർഭുജധാരിയായിട്ട് അല്ലേ, ആ സപ്താഹ യജ്ഞം കൊണ്ട് മാത്രമല്ല, ആ ഭഗവാന്റെ കഥാശ്രവണം നമ്മളിൽ എത്രത്തോളം പ്രകമ്പനം ഉണ്ടാക്കുന്നുവോ, എത്രത്തോളം നമുക്ക് മാറാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അഭിമാനം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഗോകർണന്റെ സപ്താഹത്തിലൂടെ പ്രേതാത്മാവിനും എന്തുണ്ടായി? മോചനമുണ്ടായി. എന്ന് വെച്ചാൽ ഭാഗവതം കേട്ടാൽ നമ്മളിലുള്ള നിർജീവത്വം പോവും. നമ്മളൊക്കെ ആരായി മാറും? ചേതന അറ്റവരല്ലാതെ ചേതന ഉള്ളവരായിട്ട്, ചേതസ്സുറ്റുള്ളവരായിട്ട് മാറും. നമുക്ക് എന്താവണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മൾ ചേതസ്സുറ്റുള്ളവരാവണോ അതോ ചേതന അറ്റവരായി മാറണോ? എന്താ ചേതന? ചൈതന്യം പോയത്. ആ ചൈതന്യത്തിനും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം അങ്ങനെയാണ്. നേരെ മറിച്ച് നമ്മൾ എന്താ പറയുക? ഇന്ന് ക്ഷേത്രത്തിലൊക്കെ പോയി 10 നാമം ജപിച്ചൊരു സുഖം എന്നാ പറയാം, ഇല്ലേ? അങ്ങനെ പറയും. അതിപ്പോ എവിടുന്ന് കിട്ടുന്നു ആ സുഖം? നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ചൈതന്യത്തിനോട് നമുക്ക് എത്ര കണ്ട് അടുക്കാൻ കഴിയുന്നുവോ അത്ര കണ്ട് നമുക്ക് ആ ചൈതന്യം നമ്മളിലേക്ക് പകർത്താൻ പറ്റും. അപ്പൊ ചൈതന്യ സ്വരൂപമായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിൽ, ശ്രീ ഗുരുവായൂരപ്പനിൽ നമ്മളെ എത്തിക്കുന്ന തോണി, ഒരു ദ്വാരവും ഈ തോണിക്കില്ല. ഇതം ഭാഗവതം നാമ ഭഗവത. ഏതെന്നാണോ ഭഗവാനിലേക്ക് എത്തിക്കുന്നത് അതാണ് ഭാഗവതം. ഏതാണോ ഭഗവാന്റെ സ്വരൂപം കാണിച്ചു തരുന്നത് അതാണ് ഭാഗവതം. ഏതൊന്നും ഭഗവാനാകുന്നുവോ അത് ഭാഗവതം. ആ ഭാഗവതം പഠിച്ചോളൂ. ഇതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം. അങ്ങനെ 5 അധ്യായങ്ങളെ കൊണ്ട് ഭാഗവത മഹാത്മ്യം പറഞ്ഞു. പിന്നീട് ഭാഗവതം കേൾക്കേണ്ട വിധി പറഞ്ഞു, നടത്തേണ്ട വിധി പറഞ്ഞു. അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. കേൾക്കേണ്ടവര് കേൾക്കുന്ന രൂപത്തിൽ കേൾക്കുക, നടത്തേണ്ടവര് നടത്തേണ്ട രൂപത്തിൽ നടത്തുക. ഭാഗവത മഹാത്മ്യത്തിൽ പറഞ്ഞതുപോലെ നടത്താൻ പറഞ്ഞാൽ കേൾക്കാനും ആളുണ്ടാവില്ല, നടത്താനും ആളുണ്ടാവില്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ റേഷൻ കാർഡ് കിട്ടുമ്പോൾ ഫ്രീ ആണ്, അപ്പുറത്തുനിന്ന് മേടിക്കാനുള്ള വക ഉണ്ടാവും. അതുകൊണ്ട് വൈദ്യുതടിക്കുന്ന പരിപാടി ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്താ വൈദ്യുതടിക്കുന്ന പരിപാടി? സപ്താഹം തന്നെ നിർത്തും. സപ്താഹ ശ്രവണ വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സപ്താഹയെ വേണ്ടാന്ന് തീരുമാനം. എന്താ അറിയോ? അത്ര ഒരുക്കങ്ങളുണ്ട് ഇതിന്, അത്ര ബുദ്ധിമുട്ടുണ്ട് ഇതിന്. തുടങ്ങിയാണ് കഴിഞ്ഞാലോ പിന്നെ ഒരു പ്രയാസവും ഇല്ല, അതങ്ങനെ പോയിക്കോളും. അപ്പൊ നമ്മളുടെ മണ്ഡപമൊക്കെ സപ്താഹ ശ്രവണ വിധി പോലെ തന്നെയാണ്. നമ്മളെ ഹോളും ഒക്കെ അങ്ങനെയാണ്. ആ കമ്പുകൂട്ടി ഒരു ദിവ്യ ശക്തി സ്വരൂപം മുകളിലേക്ക് നിർഗമിച്ചു. വിമാനം വന്നു. വൈഷ്ണവ പാർഷദന്മാര് ആ ദിവ്യ ശക്തിയെ സ്വീകരിച്ചു. ഇത് കണ്ട വലിയ രുദ്രാക്ഷൊക്കെ ധരിച്ച ഋഷിമാർക്കൊക്കെ അസൂയായി. അവര് പറഞ്ഞു, അടുത്തേക്ക് എന്ത് വരുള്ളൂ? ആ വിമാനം വരുള്ളൂ. അപ്പൊ വിമാനം വരിക എന്താ അർത്ഥം? അഭിമാനം പോകുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും കാലഘട്ടത്തിൽ വിശ്വസിക്കും ഭാഗവതം കേട്ട് വിമാനം വരും അതിന് കയറി പോവാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും വിശ്വസിക്കുന്നു. അതിനാണ് ഭാഗവതം പറയുമ്പോൾ വേദാന്ത തത്വാത്മകമായിട്ട് പറയണം. കഥ മാത്രം പറഞ്ഞാൽ കാര്യം നടക്കില്ല എന്ന് പറയാൻ കാരണം അഭിമാനം പോയി. എന്ത് ചെയ്യാ? ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം വന്നാൽ പിന്നെ അവിടെ എന്തില്ല? ദുഃഖം ഇല്ല. ആ പ്രേതാവസ്ഥ പോകും. എന്താ ഈ പ്രേതാവസ്ഥ? നിശ്ചലാവസ്ഥ.
ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കുന്നു. ചില ദിവസം നമ്മളും അങ്ങനെയാണ്. ചില സമയത്തൊക്കെ ഒരു പ്രേതാവസ്ഥയൊക്കെ ഉണ്ട്. രാവിലെ പറയും ഒന്നും വയ്യ, നമ്മൾ എത്തിയ ഇന്ന് ചോറ് കൂട്ടാനൊന്നും ചെയ്യുന്നു, ഹോട്ടലിന് വേണമെങ്കിൽ കഴിച്ചോണ്ട് വരുമ്പോ വല്ല പാർസലും കൊണ്ടുപോകും, എനിക്ക് ഒന്നിനും വയ്യ പറഞ്ഞിട്ടുണ്ടാവും. എന്താ കാരണം? പ്രേതാവസ്ഥ മുന്നിട്ടുണ്ടോ? ചിരിച്ചിട്ട് കാര്യമില്ല, ചിരിച്ചാലല്ല പറയുന്നത്, കാര്യം പറയുന്നത്. നിർജീവമായ അവസ്ഥ. ആ നേരത്തൊക്കെ നമ്മളെ കണ്ടാൽ തന്നെ പേടിയാവും ചെയ്യും. പിന്നെ ആ സമയത്തൊന്നും പരിസരത്തേക്ക് പോവാതിരിക്കുക നല്ലത്. അല്ലെങ്കിൽ തന്നെ പോകാൻ പറ്റില്ല. ആ അങ്ങനെയുള്ള അവസ്ഥയിൽ തീരെ പോവാതിരിക്കുക നല്ലത്. എന്താ കാരണം? അപ്പോഴെങ്ങാനും അങ്ങോട്ട് ചെന്നാൽ ചോറ്റാനിക്കരമ്മയുടെ കാര്യം പറഞ്ഞാൽ രാത്രി അമ്മ ഭദ്രകാളി എന്നുള്ളത് സദാസമയം ഭദ്രകാളിയായിട്ട് നിൽക്കുക. അതിന്റെ അടുത്തേക്ക് എങ്ങാനും ആ സമയത്ത് ചെന്നാൽ എന്താവും സ്ഥിതി? എന്താ പ്രേതാവസ്ഥ മനസ്സിലായില്ലേ? ആ ഈ ശങ്കരക്കുറിപ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നും ഞാൻ നാളെ നീ, എന്നും ഞാൻ നാളെ നീ, എന്നും പ്രതിധ്വനിക്കുന്നോർമ്മയിൽ പാതപക്കത്തെ മരത്തിങ്കരിനിഴൽ കണക്കെ. അതുപോലെ ആ മരത്തിന്റെ നിഴല് കണ്ടിട്ട് പ്രേതാണ് മറ്റു കള്ളനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു. കാരണം എന്താ? ബോധമില്ലാത്തത് കൊണ്ടാ. ഞാൻ പോകുന്നുള്ള ബോധമില്ലാത്തത് കൊണ്ട്, ഇവിടെയൊക്കെ പ്രേതാണെന്നുള്ള ബോധം വന്നതുകൊണ്ട്. ഈ പ്രേതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. നമ്മളിലുള്ള നിർജീവത്വം മാറിപ്പോവുക, നമ്മളിലുള്ള ആ സജീവത്വത്തെ വീണ്ടെടുക്കാൻ കഴിയുക. അതിനെന്ത് വേണം? ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം വളരണം. അത് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തും? വൈകുണ്ഠ ദർശനം കിട്ടും. എന്താ വൈകുണ്ഠ ദർശനം? അവിടേക്ക് ട്രെയിനും ഇല്ല, ഫ്ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഒരു പ്രത്യേക സ്ഥലമല്ല വൈകുണ്ഠം എന്ന് വിചാരിച്ചാൽ. ഇനി പാലാഴി തേടിയിട്ട് ഇനി അടുത്ത ടിക്കറ്റൊക്കെ അങ്ങോട്ടാവും. ആരിപ്പോ തീർത്ഥയാത്ര പാലാഴിയിലേക്ക് എന്താണാവോ നടത്താത്തത്? അത് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഏത് കടലാണ് പാലാഴി കടൽ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇല്ലെങ്കിൽ ഇനി അടുത്ത തീർത്ഥയാത്ര ഗ്യാസും കുറ്റിയൊക്കെ കയറ്റിയിട്ട് ആദ്യം അങ്ങോട്ടോ. അല്ലേ? എന്താ വൈകുണ്ഠം? വികുണ്ഠമല്ലാത്ത മനസ്സിന്റെ അവസ്ഥയാണ് എന്ത് വിളിക്കുക? വൈകുണ്ഠ പ്രാപ്തി എന്ന് പറയുക. എന്താ വികുണ്ഠമല്ലാത്ത അവസ്ഥ? ദുഃഖങ്ങളോ മോഹങ്ങളോ ശോകങ്ങളോ ഹർഷങ്ങളോ ഭയമോ ക്രോധമോ എന്ന് വെച്ചാൽ അഷ്ടരാഗങ്ങൾ: കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര, ഡംബ, അഹങ്കാര. ഈ 8 ഇല്ലാത്ത മനസ്സിന്റെ അവസ്ഥയാണ്. ആ അവസ്ഥയെ എപ്പോൾ നമുക്ക് പ്രാപിക്കാൻ കഴിയുമോ അതിനെയാണ് എന്ത് വിളിക്കുക? വൈകുണ്ഠ പ്രാപ്തി എന്ന് വിളിക്കുന്നത്. അല്ലാതെ വേറെ എവിടേക്കെങ്കിലും ടിക്കറ്റ് എടുത്ത് പോവാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. ഇതൊക്കെ പോയാൽ ഭഗവത് ദർശനം. ഭഗവാൻ ആ ചതുർഭുജധാരിയായിട്ട് അല്ലേ, ആ സപ്താഹ യജ്ഞം കൊണ്ട് മാത്രമല്ല, ആ ഭഗവാന്റെ കഥാശ്രവണം നമ്മളിൽ എത്രത്തോളം പ്രകമ്പനം ഉണ്ടാക്കുന്നുവോ, എത്രത്തോളം നമുക്ക് മാറാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അഭിമാനം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഗോകർണന്റെ സപ്താഹത്തിലൂടെ പ്രേതാത്മാവിനും എന്തുണ്ടായി? മോചനമുണ്ടായി. എന്ന് വെച്ചാൽ ഭാഗവതം കേട്ടാൽ നമ്മളിലുള്ള നിർജീവത്വം പോകും. നമ്മളൊക്കെ ആരായി മാറും? ചേതന അറ്റവരല്ലാതെ ചേതന ഉള്ളവരായിട്ട്, ചേതസ്സുറ്റുള്ളവരായിട്ട് മാറും. നമുക്ക് എന്താവണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മൾ ചേതസ്സുറ്റുള്ളവരാവണോ അതോ ചേതന അറ്റവരായി മാറണോ? എന്താ ചേതന? ചൈതന്യം പോയത്. ആ ചൈതന്യത്തിനും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം അങ്ങനെയാണ്. നേരെ മറിച്ച് നമ്മൾ എന്താ പറയുക? ഇന്ന് ക്ഷേത്രത്തിലൊക്കെ പോയി 10 നാമം ജപിച്ചൊരു സുഖം എന്നാ പറയാം, ഇല്ലേ? അങ്ങനെ പറയും. അതിപ്പോ എവിടുന്ന് കിട്ടുന്നു ആ സുഖം? നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ചൈതന്യത്തിനോട് നമുക്ക് എത്ര കണ്ട് അടുക്കാൻ കഴിയുന്നുവോ അത്ര കണ്ട് നമുക്ക് ആ ചൈതന്യം നമ്മളിലേക്ക് പകർത്താൻ പറ്റും. അപ്പൊ ചൈതന്യ സ്വരൂപമായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിൽ, ശ്രീ ഗുരുവായൂരപ്പനിൽ നമ്മളെ എത്തിക്കുന്ന തോണി, ഒരു ദ്വാരവും ഈ തോണിക്കില്ല. ഇതം ഭാഗവതം നാമ ഭഗവത. ഏതെന്നാണോ ഭഗവാനിലേക്ക് എത്തിക്കുന്നത് അതാണ് ഭാഗവതം. ഏതാണോ ഭഗവാന്റെ സ്വരൂപം കാണിച്ചു തരുന്നത് അതാണ് ഭാഗവതം. ഏതൊന്നും ഭഗവാനാകുന്നുവോ അത് ഭാഗവതം. ആ ഭാഗവതം പഠിച്ചോളൂ. ഇതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം. അങ്ങനെ 5 അധ്യായങ്ങളെ കൊണ്ട് ഭാഗവത മഹാത്മ്യം പറഞ്ഞു. പിന്നീട് ഭാഗവതം കേൾക്കേണ്ട വിധി പറഞ്ഞു, നടത്തേണ്ട വിധി പറഞ്ഞു. അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. കേൾക്കേണ്ടവർ കേൾക്കുന്ന രൂപത്തിൽ കേൾക്കുക,
നടത്തേണ്ട രൂപത്തിൽ നടത്തുക. ഭാഗവത മഹാത്മ്യത്തിൽ പറഞ്ഞതുപോലെ നടത്താൻ പറഞ്ഞാൽ കേൾക്കാനും ആളുണ്ടാവില്ല, നടത്താനും ആളുണ്ടാവില്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ റേഷൻ കാർഡ് കിട്ടുമ്പോൾ ഫ്രീ ആണ്, അപ്പുറത്തുനിന്ന് മേടിക്കാനുള്ള വക ഉണ്ടാവും. അതുകൊണ്ട് വൈദ്യുതടിക്കുന്ന പരിപാടി ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്താ വൈദ്യുതടിക്കുന്ന പരിപാടി? സപ്താഹം തന്നെ നിർത്തും. സപ്താഹ ശ്രവണവിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സപ്താഹയെ വേണ്ടാന്ന് തീരുമാനം. എന്താ അറിയോ? അത്ര ഒരുക്കങ്ങളുണ്ട് ഇതിന്, അത്ര ബുദ്ധിമുട്ടുണ്ട് ഇതിന്. തുടങ്ങിയാണ് കഴിഞ്ഞാലോ പിന്നെ ഒരു പ്രയാസവും ഇല്ല, അതങ്ങനെ പോയിക്കോളും. അപ്പൊ നമ്മളുടെ മണ്ഡപമൊക്കെ സപ്താഹ ശ്രവണ വിധി പോലെ തന്നെയാണ്. നമ്മളെ ഹോളും ഒക്കെ അങ്ങനെയാണ്. ആ കമ്പും കൂട്ടി ഒരു ദിവ്യ ശക്തി സ്വരൂപം മുകളിലേക്ക് നിർഗമിച്ചു. വിമാനം വന്നു. വൈഷ്ണവ പാർഷദന്മാര് ആ ദിവ്യ ശക്തിയെ സ്വീകരിച്ചു. ഇത് കണ്ട വലിയ രുദ്രാക്ഷത്തെ ധരിച്ച ഋഷിമാർക്കൊക്കെ അസൂയായി. അവര് പറഞ്ഞു, അടുത്തേക്ക് എന്ത് വരുള്ളൂ? ആ വിമാനം വരുള്ളൂ. അപ്പൊ വിമാനം വരിക എന്താ അർത്ഥം? അഭിമാനം പോകുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും കാലഘട്ടത്തിൽ വിശ്വസിക്കും ഭാഗവതം കേട്ട് വിമാനം വരും അതിൽ കയറി പോവാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും വിശ്വസിക്കുന്നു. അതിനാണ് ഭാഗവതം പറയുമ്പോൾ വേദാന്ത തത്വാത്മകമായിട്ട് പറയണം. കഥ മാത്രം പറഞ്ഞാൽ കാര്യം നടക്കില്ല എന്ന് പറയാൻ കാരണം അഭിമാനം പോയി. എന്ത് ചെയ്യാ? ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം വന്നാൽ പിന്നെ അവിടെ എന്തില്ല? ദുഃഖം ഇല്ല. ആ പ്രേതാവസ്ഥ പോകും. എന്താ ഈ പ്രേതാവസ്ഥ? നിശ്ചലാവസ്ഥ. ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കുന്നു. ചില ദിവസം നമ്മളും അങ്ങനെയാണ്. ചില സമയത്തൊക്കെ ഒരു പ്രേതാവസ്ഥയൊക്കെ ഉണ്ട്. രാവിലെ പറയും ഒന്നും വയ്യ, ഞാൻ വിളിക്കുക, ഇന്ന് ചോറ് കൂട്ടാനൊന്നും ചെയ്യുന്നു, ഹോട്ടലിന് വേണമെങ്കിൽ കഴിച്ചോളുണ്ട്, വരുമ്പോ വല്ല പാർസലും കൊണ്ടുപോകുന്നു, എനിക്ക് ഒന്നിനും വയ്യ പറഞ്ഞിട്ടുണ്ടാവും. എന്താ കാരണം? പ്രേതാവസ്ഥ പോയി കെട്ടുള്ളൂ. ചിരിച്ചിട്ട് കാര്യമില്ല, ചിരിച്ചാലല്ല പറയുന്നത്, കാര്യം പറയുന്നത്. നിർജീവമായ അവസ്ഥ. ആ നേരത്തൊക്കെ നമ്മളെ കണ്ടാൽ തന്നെ പേടിയാവും ചെയ്യും. പിന്നെ ആ സമയത്തൊന്നും പരിസരത്തേക്ക് പോവാതിരിക്കുക നല്ലത്. അല്ലെങ്കിൽ തന്നെ പോകാൻ പറ്റില്ല. ആ അങ്ങനെയുള്ള അവസ്ഥയിൽ തീരെ പോവാതിരിക്കുക നല്ലത്. എന്താ കാരണം? അപ്പോഴെങ്ങാനും അങ്ങോട്ട് ചെന്നാൽ ചോറ്റാനിക്കരമ്മയുടെ കാര്യം പറഞ്ഞാൽ രാത്രി അമ്മ ഭദ്രകാളി എന്നുള്ളത് സദാസമയം ഭദ്രകാളിയായിട്ട് നിൽക്കുക. അതിന്റെ അടുത്തേക്ക് എങ്ങാനും ആ സമയത്ത് ചെന്നാൽ എന്താവും സ്ഥിതി? എന്താ പ്രേതാവസ്ഥ എന്ന് മനസ്സിലാക്കി? ഈ ശങ്കരക്കുറിപ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, എന്നും പ്രതിധ്വനിക്കുന്നോർമ്മയിൽ പാതപക്കത്തെ മരത്തിങ്കരി നിഴൽ കണക്കെ. അതുപോലെ ആ മരത്തിന്റെ നിഴല് കണ്ടിട്ട് പ്രേതാണ് മറ്റു കള്ളനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു. കാരണം എന്താ? ബോധമില്ലാത്തത് കൊണ്ടാ. ഞാൻ പോകുന്നുള്ള ബോധമില്ലാത്തത് കൊണ്ട്, ഇവിടെയൊക്കെ പ്രേതാണെന്നുള്ള ബോധം വന്നതുകൊണ്ട്. ഈ പ്രേതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മളിലുള്ള നിർജീവത്വം മാറിപ്പോവുക, നമ്മളിലുള്ള ആ സജീവത്വത്തെ വീണ്ടെടുക്കാൻ കഴിയുക. അതിനെന്ത് വേണം? ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം വളരണം. അത് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തും? വൈകുണ്ഠ ദർശനം കിട്ടും. എന്താ വൈകുണ്ഠ ദർശനം? അവിടേക്ക് ട്രെയിനും ഇല്ല, ഫ്ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഒരു പ്രത്യേക സ്ഥലമല്ല വൈകുണ്ഠം എന്ന് വിചാരിച്ചാൽ. ഇനി പാലാഴി തേടിയിട്ട് ഇനിയിപ്പോ അടുത്ത ടിക്കറ്റൊക്കെ അങ്ങോട്ടാണ്. ആരിപ്പോ തീർത്ഥയാത്ര പാലാഴിയിലേക്ക് എന്താണാവോ നടത്താത്തത്? അത് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഏത് കടലാണ് പാലാഴി കടൽ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇല്ലെങ്കിൽ ഇനിയിപ്പോ അടുത്ത തീർത്ഥയാത്ര ഗ്യാസും കുറ്റിയൊക്കെ കയറ്റിയിട്ട് ആദ്യം അങ്ങോട്ടോ. അല്ലേ? എന്താ വൈകുണ്ഠം? വികുണ്ഠമല്ലാത്ത മനസ്സിന്റെ അവസ്ഥയാണ് എന്ത് വിളിക്കുക? വൈകുണ്ഠ പ്രാപ്തി എന്ന് പറയുക. എന്താ വികുണ്ഠമല്ലാത്ത അവസ്ഥ? ദുഃഖങ്ങളോ മോഹങ്ങളോ ശോകങ്ങളോ ഹർഷങ്ങളോ ഭയമോ ക്രോധമോ എന്ന് വെച്ചാൽ അഷ്ടരാഗങ്ങൾ: കാമ, ക്രോധ, ലോഭ, മോഹ, മത, മത്സര, രംഭ, അഹങ്കാര. ഈ 8 ഇല്ലാത്ത മനസ്സിന്റെ അവസ്ഥയാണ്. ആ അവസ്ഥയെ എപ്പോൾ നമുക്ക് പ്രാപിക്കാൻ കഴിയുമോ അതിനെയാണ് എന്ത് വിളിക്കുക? വൈകുണ്ഠ പ്രാപ്തി എന്ന് വിളിക്കുന്നത്. അല്ലാതെ വേറെ എവിടേക്കെങ്കിലും ടിക്കറ്റ് എടുത്ത് പോവാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. ഇതൊക്കെ പോയാൽ ഭഗവത് ദർശനം. ഭഗവാൻ ആ ചതുർഭുജധാരിയായിട്ട് അല്ലേ
ആ സപ്താഹ യജ്ഞം കൊണ്ട് മാത്രമല്ല, ആ ഭഗവാന്റെ കഥാശ്രവണം നമ്മളിൽ എത്രത്തോളം പ്രകമ്പനം ഉണ്ടാക്കുന്നുവോ, എത്രത്തോളം നമുക്ക് മാറാൻ പറ്റുമോ, അത്രത്തോളം നമുക്ക് അഭിമാനം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഗോകർണന്റെ സപ്താഹത്തിലൂടെ പ്രേതാത്മാവിനും എന്തുണ്ടായി? മോചനമുണ്ടായി. എന്ന് വെച്ചാൽ ഭാഗവതം കേട്ടാൽ നമ്മളിലുള്ള നിർജീവത്വം പോകും. നമ്മളൊക്കെ ആരായി മാറും? ചേതന അറ്റവരല്ലാതെ ചേതന ഉള്ളവരായിട്ട്, ചേതസ്സുറ്റുള്ളവരായിട്ട് മാറും. നമുക്ക് എന്താണെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മൾ ചേതസ്സുറ്റുള്ളവരാവണോ അതോ ചേതന അറ്റവരായി മാറണോ? എന്താ ചേതന? ചൈതന്യം പോയത്. ആ ചൈതന്യത്തിനും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം അങ്ങനാണ്. നേരെ മറിച്ച് നമ്മൾ എന്താ പറയുക, ഇന്ന് ക്ഷേത്രത്തിലൊക്കെ പോയി 10 നാമം ജപിച്ചൊരു സുഖം എന്നാ പറയാം, ഇല്ലേ? അങ്ങനെ പറയും. അതിപ്പോ എവിടുന്ന് കിട്ടുന്നു ആ സുഖം? നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ചൈതന്യത്തിനോട് നമുക്ക് എത്ര കണ്ട് അടുക്കാൻ കഴിയുന്നുവോ അത്ര കണ്ട് നമുക്ക് ആ ചൈതന്യം നമ്മളിലേക്ക് പകർത്താൻ പറ്റും. അപ്പൊ ചൈതന്യ സ്വരൂപമായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിൽ, ശ്രീ ഗുരുവായൂരപ്പനിൽ നമ്മളെ എത്തിക്കുന്ന തോണി, ഒരു ദ്വാരവും ഈ തോണിക്കില്ല. ഇതം ഭാഗവതം നാമ ഭഗവത. ഏതെന്നാണോ ഭഗവാനിലേക്ക് എത്തിക്കുന്നത് അതാണ് ഭാഗവതം. ഏതാണോ ഭഗവാന്റെ സ്വരൂപം കാണിച്ചു തരുന്നത് അതാണ് ഭാഗവതം. ഏതൊന്ന് ഭഗവാനാകുന്നുവോ അത് ഭാഗവതം. ആ ഭാഗവതം പഠിച്ചോളൂ. ഇതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം. അങ്ങനെ 5 അധ്യായങ്ങളെ കൊണ്ട് ഭാഗവത മാഹാത്മ്യം പറഞ്ഞു. പിന്നീട് ഭാഗവതം കേൾക്കേണ്ട വിധി പറഞ്ഞു, നടത്തേണ്ട വിധി പറഞ്ഞു. അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. കേൾക്കേണ്ടവര് കേൾക്കുന്ന രൂപത്തിൽ കേൾക്കുക, നടത്തേണ്ടവര് നടത്തേണ്ട രൂപത്തിൽ നടത്തുക. ഭാഗവത മാഹാത്മ്യത്തിൽ പറഞ്ഞതുപോലെ നടത്താൻ പറഞ്ഞാൽ കേൾക്കാനും ആളുണ്ടാവില്ല, നടത്താനും ആളുണ്ടാവില്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ റേഷൻ കാർഡ് കിട്ടുമ്പോ ഫ്രീ ആണ്, അപ്പുറത്തുനിന്ന് മേടിക്കാനുള്ള വക ഉണ്ടാവും. അതുകൊണ്ട് വൈദ്യുതടിക്കണ പരിപാടി ഞാൻ ഇപ്പൊ പറയുന്നില്ല. എന്താ വൈദ്യുതടിക്കുന്ന പരിപാടി? സപ്താഹം തന്നെ നിർത്തും. സപ്താഹ ശ്രവണ വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സപ്താഹയെ വേണ്ടാന്ന് തീരുമാനം. എന്താ അറിയോ? അത്ര ഒരുക്കങ്ങളുണ്ട് ഇതിന്, അത്ര ബുദ്ധിമുട്ടുണ്ട് ഇതിന്. തുടങ്ങിയാണ് കഴിഞ്ഞാലോ പിന്നെ ഒരു പ്രയാസവും ഇല്ല, അതങ്ങനെ പോയിക്കോളും. അപ്പൊ നമ്മളുടെ മണ്ഡലമൊക്കെ സപ്താഹ ശ്രവണ വിധി പോലെ തന്നെയാണ്. നമ്മളെ ഹോളും ഒക്കെ അങ്ങനെയാണ്. രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരു പവന ശരണം മേ തവ ശരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ശരണയുഗം ശംഭോ ശങ്കര സദാ ശിവ ശരണം മേ തവ ശരണയുഗം ഹരിഹര പുത്ര ആശ്രിതവത്സല ശരണം മേ തവ ശരണയുഗം മൂഷികവാഹന കോസകഹസ്ത ശരണം മേ തവ ശരണയുഗം ഗുരുപവന ഗുരേശായ കൃഷ്ണ ശരണം മേ തവ ശരണയുഗം കൃഷ്ണ ശരണം മേ തവ ശരണയുഗം കൃഷ്ണ ശരണം മേ തവ
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും പ്രസാദം വരി വരിയായി വന്ന് മേടിച്ച് സ്വസ്തി പ്രജാഭ്യാം പരിപാലയ